السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹധന്യരായ സഹോദരങ്ങളെ, സഹോദരികളെ, സർവ്വരക്ഷിതാവായ അല്ലാഹുവിന്റെ നിയമോപദേശങ്ങൾ ജീവിതത്തിന്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി പകർത്തി ഭക്തിയുള്ളവരായി തഖ്വയുള്ളവരായി ജീവിതം ചിട്ടപ്പെടുത്തണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ നമ്മുടെ അഖീദയുമായി ബന്ധപ്പെട്ട ആദർശവുമായി ബന്ധപ്പെട്ട വിഷയത്തിലുള്ള പഠന ക്ലാസിന്റെ 4ാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ആലമുൽ മലായിക എന്ന സവിശേഷമായ ഒരു വിഷയം, നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമുക്ക് നോക്കിക്കാണാൻ കഴിയാത്ത, എന്നാൽ വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈമാനിന്റെ ഭാഗമായ മലക്കുകളെ കുറിച്ചുള്ള വിശ്വാസം, ആ മലക്കുകളെ കുറിച്ച് ഖുർആനിലും ഹദീസിലും എന്തെല്ലാമാണോ പഠിപ്പിക്കപ്പെട്ടത് ആ കാര്യം ചർച്ച ചെയ്യുന്ന സദസ്സാണ് ഈ സദസ്സ്. അതുകൊണ്ട് തന്നെ അഖീദ പഠിക്കാൻ ആളുകൾ താല്പര്യം കാണിക്കാത്ത, അഖീദ മനസ്സിലാക്കാൻ ആളുകൾ സമയം കണ്ടെത്താത്ത ഈ കാലഘട്ടത്തിൽ ഈ പ്രദേശത്തുള്ള സഹോദരങ്ങൾ കാണിച്ചിരിക്കുന്നത് ഒരു വലിയ നന്മയാണ്. അല്ലാഹുവിന്റെ മഹത്തായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ പലതരത്തിലുള്ള വിജ്ഞാന വേദികൾ ധാരാളം നടക്കാറുണ്ട്. ആയിരക്കണക്കിന് വിജ്ഞാന വേദികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത്തരം വിജ്ഞാന വേദികൾ നടക്കുന്ന ഇടങ്ങളിൽ വളരെ ചുരുക്കം ചില സ്ഥലങ്ങളിലാണ് ഏതെങ്കിലും ഒരു വിഷയമെടുത്ത് ആ വിഷയത്തെ കുറിച്ച് തന്നെ നിരന്തരം
പഠിച്ചുകൊണ്ടിരിക്കുന്ന സദസ്സുകൾ സംഘടിപ്പിക്കപ്പെടുന്നത്. നമ്മുടെ ഇവിടെ അങ്ങനെയുള്ള ഒരു സദസ്സാണ്. ഒരേ വിഷയത്തിലാണ് കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ നമ്മൾ എടുത്തത്. ഇൻഷാ അല്ലാഹ് വളരെ വൈകാതെ ഇതിന്റെ പൂർത്തീകരണം നടത്തേണ്ടതുണ്ട്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്തത് മലക്കുകളുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വിഷയങ്ങളാണ്. ആരാണ് മലക്കുകൾ എന്ന് നമുക്കറിയാം. മലക്കുകളുടെ സൃഷ്ടിപ്പ് എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ മലക്കുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പേരുകൾ നൽകിയിട്ടുണ്ട്. ആ പേരുകൾ നൽകിയ മലക്കുകൾ അവരുടെ ജോലികൾ, ഉത്തരവാദിത്തങ്ങൾ അതെല്ലാമാണ് ഏറ്റവും അവസാനത്തെ ക്ലാസ് നമ്മൾ സംസാരിച്ച് നിർത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് അവസാനത്തെ ക്ലാസ്സിൽ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കിനെ കുറിച്ച്, മലക്കുകളിലെ ഏറ്റവും ശ്രേഷ്ഠനായ മലക്കുകളുടെ നേതാവായ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കിനെ കുറിച്ചാണ് കൂടുതൽ നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. ഇന്ന് നമ്മൾ അതിന്റെ തുടർച്ചയായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകനിലൂടെ മറ്റു ചില മലക്കുകളെ കുറിച്ച്, അവരുടെ പേരുകൾ, അവരുടെ ജോലികൾ ഇതെല്ലാം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ്, വിശ്വസിക്കുക. അതുകൊണ്ട് തന്നെ അത് നമ്മൾ അറിയണം. അതോടൊപ്പം തന്നെ മലക്കുകളുടെ പേര് പറയാതെ, മലക്കുകൾ ആരാണ് എന്ന് പറയാതെ ചില മലക്കുകളുടെ ജോലികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ പഠിക്കണം. അത് നമ്മൾ പഠിക്കുമ്പോഴാണ് വിശ്വാസപരമായ പല കാര്യങ്ങളും അതിലൂടെ മനസ്സിലാക്കാനുള്ളത്. അത്തരം ചില കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ദൗത്യം അദ്ദേഹം ഏറ്റവും പ്രാധാന്യത്തോടുകൂടെ നിർവഹിച്ചത് വഹി എത്തിക്കുന്ന, സന്ദേശം എത്തിക്കുന്ന മലക്കായിരുന്നു ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് നമ്മൾ പഠിച്ചു. അദ്ദേഹം കേവലം ഒരു സന്ദേശവാഹകൻ മാത്രമല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള അമ്പിയാക്കളിലേക്ക് വഹി എത്തിക്കുക എന്ന ദൗത്യം മാത്രമല്ല ജിബ്രീൽ അലൈഹിസ്സലാം നിർവഹിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം മന്ത്രിച്ചു കൊടുത്തിട്ടുണ്ട്, റുഖിയ നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റു പല കാര്യങ്ങളും അദ്ദേഹം ചെയ്തത് ഹദീസുകളിൽ വന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഇസ്രാഫീൽ എന്ന മലക്ക്, ആ മലക്കിനെ കുറിച്ച് നമ്മൾ സൂചിപ്പിക്കും. ഇസ്രാഫീൽ എന്ന് പറയുന്നത് കാഹളത്തിൽ ഊതുന്ന മലക്കാണ്. ഭൂതം എന്ന് പറയുന്ന കാഹളം തന്റെ ചുണ്ടിയോട് ചേർത്ത് വെച്ച് ഇസ്രാഫീൽ എന്ന മലക്ക് കാത്തിരിക്കുകയാണ് അല്ലാഹുവിന്റെ കൽപ്പനയ്ക്ക് വേണ്ടി. ചെവിയോർത്ത് കാതു കൂർപ്പിച്ച് ആ കാഹളം ചുണ്ടിയോട് അടുപ്പിച്ച് ആ മലക്ക് ശ്രദ്ധയോടുകൂടെ ഓരോ സമയവും ഇരിക്കുകയാണ്. എന്തിനാണ്? റബ്ബിന്റെ വിധി വന്നാൽ, റബ്ബിന്റെ കൽപ്പന വന്നാൽ ആ കാഹളത്തിൽ ഊതും. കാഹളത്തിൽ ഊതിയാൽ ലോകം അവസാനിക്കും. അതാണ് മലക്കിന്റെ ഉത്തരവാദിത്വം. നോക്കൂ നിങ്ങൾ, എത്ര ഗൗരവമുള്ള വിഷയമാണ്. ഈ ലോകത്തിന്റെ അവസാനം പഠിച്ചവരാണെന്നാണ്. ആ ലോകത്തിന്റെ അവസാന സമയത്ത്, ആ അവസാന സമയം സംഭവിക്കുന്നത് എങ്ങനെയാണ്? ഒരു മലക്കിന്റെ ഊതിയിലൂടെയാണ്, കാഹളത്തിൽ ഊതുന്നതിലൂടെയാണ് ഖിയാമത്തിന്റെ തുടക്കം. റബ്ബ് സുബ്ഹാനഹു വ തആല ആ ദൗത്യം ഒരു മലക്കെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ അംഗീകരിക്കണം. അതേപോലെ തന്നെ മാലിക് എന്ന് പറയുന്ന മലക്കിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. നരകത്തിന്റെ കാവൽക്കാരൻ മാലിക് എന്ന് പറയുന്ന മലക്ക് അദ്ദേഹം ചിരിച്ചിട്ടില്ല. നരകം സൃഷ്ടിച്ചതിന് ശേഷം മാലിക് എന്ന് പറയുന്ന മലക്ക് ചിരിച്ചിട്ടില്ല എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്. ജിബ്രീലിന്റെ വാചകം ഇപ്രകാരമായി: നബിയെ, മാലിക് എന്ന് പറയുന്ന മലക്ക് ആരോടെങ്കിലും ചിരിക്കുമായിരുന്നെങ്കിൽ താങ്കളോട് ചിരിക്കണമായിരുന്നു. പക്ഷെ അദ്ദേഹം നരകം സൃഷ്ടിച്ചതിന് ശേഷം ചിരിച്ചിട്ടില്ല. മാലിക് എന്ന് പറയുന്ന മലക്ക് നരകത്തിന്റെ ചുറ്റും ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ നരകത്തിന്റെ ചുറ്റും ഓടുന്നതിന്റെ ഇടയിൽ നരകത്തെ അദ്ദേഹം ആളി കത്തിക്കുന്നുണ്ട്. അത് കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു മലക്കുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്തിനാണ് ആ അറിവ് നമുക്ക് ലഭിക്കുന്നത്? ഭീകരമായ നരകം കാഫിറുകളായ ആളുകൾക്ക്, അവിശ്വാസികളായ ആളുകൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ടതാണ് നരകം. അത് നമ്മുടെ അഖിലയാണ്. സ്വർഗവും
സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു മുസ്ലിമിന്റെ അഖീദ. അത് സൃഷ്ടിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കുന്നയാൾ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. സ്വർഗം സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല, നരകം സൃഷ്ടിക്കപ്പെട്ടില്ല, നാളെ ലോകം അവസാനിച്ചതിന് ശേഷം അല്ലാഹു സൃഷ്ടിക്കുകയുള്ളൂ എന്നാണ് അവരുടെ വിശ്വാസം. അവരുടെ ആ അഖീദയെ, അവരുടെ ആ ആദർശത്തെ തകർത്ത് കളയുന്ന വാചകമാണ് പ്രവാചകൻ മാലിക് എന്ന് പറയുന്ന മലക്കിനെ പറഞ്ഞു തരുന്നതിലൂടെ, പഠിപ്പിക്കുന്നതിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം എന്താ? സൃഷ്ടിക്കപ്പെടാത്ത ഒന്നിന്റെ കാവൽക്കാരനായി മാലിക് ഉണ്ടാവില്ല. സൃഷ്ടിക്കപ്പെടാത്തത് നരകത്തിന്റെ ചുറ്റും മാലിക് ഓടുകയില്ല, മലൻ ഓടുകയില്ല. നബി കണ്ടതാണ് നരകത്തിന്റെ ചുറ്റും ഓടി നടക്കുന്ന മാലിക് എന്ന് പറയുന്ന മലക്കിനെ. അപ്പൊ നരകം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്ന നമ്മുടെ അഖീദയുടെ ഒരു പാഠം കൂടെ ആ ഹദീസിൽ നിന്ന് നമുക്ക് പഠിച്ചെടുക്കാറുണ്ട്. അതേപോലെ തന്നെ എന്ന് പറയുന്ന മലക്ക് പണ്ഡിതരോട് അഭിപ്രായ വ്യത്യാസമുണ്ട്, തർക്കമുണ്ട്. നമ്മളെല്ലാം സൂചിപ്പിച്ചു കഴിഞ്ഞു. മുൻകർ നക്കീർ, ഹാറൂത്ത് മാറൂത്ത് എന്ന് പറയുന്ന മലക്കുകൾ, ഹാറൂത്ത് മാറൂത്ത് എന്ന് പറയുന്ന മലക്കുകൾ സിബറുമായി ബന്ധപ്പെട്ട വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ വത്തബഉ തത്ലു ശയാതീൻ വലകുൽ സുലൈമാൻ വമാ കഫറ സുലൈമാൻ എന്ന് പറയുന്ന ആയത്തിലൂടെ അല്ലാഹു വിശദീകരിച്ചു തരുന്ന രണ്ട് മലക്കുകളാണ് ഹാറൂത്ത് മാറൂത്ത് എന്ന് പറയുന്ന മലക്കുകൾ. അതാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് നമ്മൾ മലക്കുകളെ കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നത് മലക്കുൽ മൗത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. മലക്കുൽ മൗത്ത്, അതാണ് മലക്കിന്റെ പേര്. വേറെ പേരിലൊന്നും സ്വഹീഹായ ഹദീസുകളിൽ പറയപ്പെട്ടിട്ടില്ല. സാധാരണ ആളുകൾ പറയും മനുഷ്യന്റെ റൂഹ് പിടിക്കുന്ന മലക്ക് എന്ന് പറഞ്ഞാൽ അത് അസ്റാഈലാണ് എന്ന് പറയാം. അസ്റാഈൽ പാട്ടുകളിലും മറ്റുമൊക്കെ ആ പേരാണ് സ്ഥാനം പിടിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അസ്റാഈൽ എന്ന പേര് സ്വഹീഹായ ഹദീസുകളുടെ പിൻബലമുള്ളതല്ല. ആ പേര് ഉപരമാണ് എന്നാണ് പണ്ഡിതന്മാരെ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ റൂഹ് പിടിക്കുന്ന മലക്കിന്റെ പേരെന്താ? ഖുർആൻ പരിചയപ്പെടുത്തുന്നത്, ഹദീസുകൾ നമ്മളെ പഠിപ്പിക്കുന്നത് മലക്കുൽ മൗത്ത് എന്നാണ്. മലക്കുൽ മൗത്ത്, ആ മലക്കിനെ നമ്മളൊക്കെ കാണും. ആ മലക്കിനെ മരണത്തിന്റെ സമയത്ത് നമ്മൾ കാണും. മനുഷ്യന്റെ ജീവിതത്തിൽ മലക്കുകളെ അവരെ കാണാൻ പറ്റില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മരിക്കുന്ന സമയത്ത് മനുഷ്യൻ ആരെ കാണും? മലക്കുകളെ കാണുമെന്ന് ഖുർആൻ ഹദീസുകളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു പറഞ്ഞു മലക്കുൽ മൗത്ത് الذي وكل بكم ثم إلى ربكم ترجعون. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ സജദയിലെ 11ാമത്തെ ആയത്താണ്. നബിയെ പറയണം, നബിയെ പറയണം, യതവഫാകും മലക്കുൽ മൗത്ത് الذي وكل بكم, നിങ്ങളുടെ കാര്യത്തിൽ ഏൽപ്പിക്കപ്പെട്ട മരണത്തിന്റെ മലക്ക് നിങ്ങളെ മരിപ്പിക്കുന്നതാണ്. നിങ്ങളുടെ കാര്യത്തിൽ ഏൽപ്പിക്കപ്പെട്ട മരണത്തിന്റെ മലക്ക് മലക്കുൽ മൗത്ത്, മലക്കുൽ മൗത്ത് എന്നാണ് പറയുന്നത്. അതാണ് മലക്കിന്റെ പേര്, അതല്ലാതെ അസ്റാഈൽ എന്നല്ല. മനസ്സിലായി? അതുകൊണ്ട് തന്നെ അസ്റാഈൽ എന്ന പേര് മലക്കില്ല എന്ന് മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ആത്മാവിനെ പിടിക്കുന്ന, റൂഹിനെ പിടിക്കുന്ന മലക്കാരാണ്, അത് മലക്കുൽ മൗത്താണ് എന്നാണ് ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അൻആമിലെ 61ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത് അങ്ങനെ അവരിലൊരാൾക്ക് മരണം വന്നെത്തുമ്പോൾ നമ്മുടെ ദൂതന്മാർ മലക്കുകൾ അവരെ പൂർണ്ണമായി ഏറ്റെടുക്കുന്നു. അക്കാര്യത്തിൽ അവർ ഒരു വീഴ്ചയും വരുത്തുകയില്ല. അപ്പോ നമ്മുടെ ജീവിതത്തിൽ ഒരു അവസാനമുണ്ട്. ആ ജീവിതത്തിന്റെ അവസാനം എങ്ങനെയാണ്? ആ ജീവിതത്തിന്റെ അവസാനം നമ്മുടെ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ അല്ലാഹുവിന്റെ സൃഷ്ടികളായ മലക്ക്, ആ മലക്കുൽ മൗത്ത് ഏറ്റെടുക്കുമെന്നാണ്. മലക്കുൽ മൗത്ത് മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് റൂഹിനെ ഏറ്റെടുക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. സ്വഹീഹായ ഹദീസിൽ കാണാം, ഇന്നൽ അബ്ദൽ മുഅ്മിന ഇദാ കാന ഫീ ഖിതാബിൻ മിൻ അംരിൻ ദുനിയ വ ഖവാബിൻ മിനൽ ആഖിറ. ഒരു മനുഷ്യൻ, വിശ്വാസിയായ മനുഷ്യൻ, ആ വിശ്വാസിയായ മനുഷ്യന്റെ ജീവിതത്തിന്റെ അവസാനവും പരലോകത്തിന്റെ തുടക്കവും ആ സമയമായി കഴിഞ്ഞാൽ അവന് റബ്ബ് നിശ്ചയിച്ച ഒരു സമയമുണ്ട്. സംസാരിക്കുന്ന, എഴുതി കേൾക്കുന്ന നിങ്ങൾ എല്ലാവർക്കും റബ്ബ് നിശ്ചയിച്ച അവധിയുണ്ട്. ആ അവധി എത്തിയാൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ആകാശത്ത് ഒരു മലക്ക് അവന്റെ അടുത്തേക്ക് ഇറങ്ങി വരും. മലക്കുകൾ ഇറങ്ങി വരും. എങ്ങനെയുള്ള മലക്കുകൾ? ആ മലക്കുകളുടെ പ്രത്യേകത നല്ല വെളുത്ത മുഖമുള്ള മലക്കുകളായിരിക്കും. ഇതാരുടെ മരണമാണ്? വിശ്വാസിയുടെ മരണമാണ്. വിശ്വാസിയായ ഒരു മനുഷ്യന്റെ ആത്മാവിനെ പിടിച്ചെടുക്കേണ്ട സമയത്ത് അവന്റെ സമീപത്തേക്ക് വെളുത്ത മുഖമുള്ള മലക്കുകൾ കടന്നു വരികയാണ്. അവരുടെ അവരുടെ മുഖങ്ങൾ പ്രകാശം
അതേപോലെ തന്നെ കപ്പൽക്കുള്ള സ്വർഗീയമായ സുഗന്ധങ്ങളുമൊക്കെ അവരുടെ കൈകളിൽ ഉണ്ടാകും. ആ മലക്കുകൾ വന്ന് മനുഷ്യന്റെ മരണാസന്നനായ മനുഷ്യന്റെ മുമ്പിൽ ഇരിക്കുമെന്നാണ്. ഏതുവരെ? അവന്റെ കണ്ണുകൊണ്ട് അവൻ എത്ര ദൂരമാണ് നോക്കിയാൽ കാണുന്നത് അത്രയും ദൂരം ആ വെളുത്ത മുഖമുള്ള സൂര്യന്റെ പ്രകാശം പോലെ പ്രവടക്കുന്ന മലക്കുകൾ അവന്റെ കണ്ണിലിങ്ങനെ അവൻ കണ്ടുകൊണ്ടിരിക്കും. ഒരു വിശ്വാസിയുടെ മരണമാണ്. അവനെ ഭയപ്പെടുത്തുന്ന രംഗമല്ല. അവൻ മരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാഴ്ച കണ്ടുകൊണ്ടാണ് കഴിയുക. ഞാനും നിങ്ങളും ആ കാഴ്ചയെ കാണേണ്ട ആളുകളാണ്. നമ്മുടെ വിശ്വാസികളാണെങ്കിൽ, ഈമാനുള്ളവരാണെങ്കിൽ ഈ വെളുത്ത മുഖമുള്ള മലക്കുകൾ നമ്മൾ കാണും. അത് സ്വഹീഹായ ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചതാണ്. റബ്ബ് ആ മരണം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ നമുക്ക് മലക്കുകളുണ്ട്. മരണസമയത്ത് നമ്മുടെ ശരീരത്തിൽ നിന്ന് റൂഹിനെ ഏറ്റെടുക്കുന്ന മലക്കുകളുണ്ട് എന്ന് ഈ ഹദീസിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്നത് പറഞ്ഞ പ്രവാചകൻ അങ്ങനെ ഈ മലക്കുകൾ എല്ലാവരും അവന്റെ കണ്ടുകൊണ്ട് നോക്കിയാൽ കാണുന്ന അത്രയും ദൂരം മലക്കുകളിരിക്കും. പിന്നെ മലക്കുകൾ മൗത്ത് വരും. റൂഹ് പിടിച്ചെടുക്കുന്ന മലക്ക് വരും. അവന്റെ തലയുടെ സമീപത്ത് മലക്ക് വന്നിരിക്കും. എന്നിട്ട് അവരോട് പറയും, അല്ലയോ നല്ല ആത്മാവേ, അല്ലയോ നല്ല മനുഷ്യ, അല്ലാഹുവിന്റെ തൃപ്തിയിലേക്കും അവന്റെ പാപമോചനത്തിലേക്കും ഇറങ്ങി വരിക, പുറപ്പെട്ടു വരിക. ഒരു പാത്രത്തിൽ നിന്ന് വെള്ളം ഒഴിക്കുന്നത് പോലെ ആഗ്രഹത്തോടുകൂടിയും അവന്റെ ശരീരത്തിൽ നിന്ന് അവന്റെ ആത്മാവിനെ ആ മലക്കുകളെയും അവർ പിടിച്ചോടും. ആത്മാവിനെ അവർ സ്വീകരിക്കും. എത്ര സുന്ദരമായ മരണമാണ്! ഇതാണ് വിശ്വാസികളുടെ മരണം. അപ്പൊ ഒരു വിശ്വാസിയായ മനുഷ്യന്റെ ജീവിതത്തിന്റെ അവസാന സമയത്തുള്ള അവൻ കാണുന്ന കാഴ്ചകളാണ് മലക്കുകളെയാണ് അവൻ കാണുന്നത്. അവന്റെ ചുറ്റും മലക്കുകളാണുള്ളത്. അത് ഏത് രീതിയിൽ മരിച്ചാലും, ആക്സിഡന്റായി മരിച്ചാലും, അതല്ല വെള്ളത്തിൽ പോയി മരിച്ചാലും, എങ്ങനെ മരിച്ചാലും ആ മരണം നല്ല മരണമാണ് എങ്കിൽ അവന് മലക്കുകളെ കാണും. മലക്കുപോലെ പറയുകയോ അല്ലയോ സമാധാനമായ ആത്മാവേ, അല്ലാഹുവിന്റെ തൃപ്തിയിലേക്ക് വരുകയും അവനെ വിളിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ച കാര്യമാണ്. എന്നാൽ ഇതിന് നേരെ ഒരു വിപരീതമായ മരണമുണ്ട്. അതാണ് മരണമാണ്, അവിശ്വാസികളുടെ മരണമാണ്. അവര് മലക്കുകളെ കാണും. അവര് മലക്കുകളെ കാണും. പ്രവാചകൻ പറഞ്ഞു ഒരു മനുഷ്യന്റെ, ഒരു മ്ലേച്ഛാത്മാവിന്റെ, ഒരു അവിശ്വാസിയായ ഭ്രാന്തനായ മനുഷ്യന്റെ ജീവിതത്തിന്റെ അവസാനവും പരലോകത്തിന്റെ ആരംഭ സമയവും വന്നാൽ അവന്റെ സമീപത്തേക്ക് അവന്റെ അടുത്തേക്ക് മലക്കുകൾ വരും. ആ മലക്കുകൾ അവനെ സന്തോഷിപ്പിക്കുന്ന മലക്കുകളല്ല. ആ മലക്കുകളുടെ മുഖം അവനെ ഭയപ്പെടുത്തുന്ന മുഖമാണ്. അവനെ പേടിപ്പിക്കുന്ന മുഖങ്ങളായിരിക്കും ആ മലക്കുകൾ ഉണ്ടാവുക. അവന്റെ കണ്ടുകൊണ്ട് നോക്കിയാൽ കാണാത്ത അത്രയും ദൂരം അവനെ ഭയപ്പെടുത്തുന്ന, പേടിപ്പെടുത്തുന്ന മലക്കുകൾ അവരങ്ങനെ ഇരിക്കുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്നിട്ട് മലക്കുൽ മൗത്ത് പിന്നീട് മലക്കുൽ മൗത്ത് വരും. അവന്റെ തലയുടെ സമീപത്ത് വന്നിരിക്കും. എന്നിട്ട് മലക്ക് പറയും, അല്ലയോ മ്ലേച്ഛാത്മാവേ, അല്ലയോ മോശം മനുഷ്യ, ധിക്കാരിയായ മനുഷ്യ. എന്നിട്ട് അയാൾ പറയുന്ന വാചകം എന്താ? അല്ലാഹുവിന്റെ കോപത്തിലേക്കും അവന്റെ വെറുപ്പിലേക്കും നിങ്ങൾ പുറപ്പെട്ടു വരിക, പുറത്തേക്ക് വരിക. വല്ലാത്തൊരു വാചകമാണത്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരു ചീത്ത മനുഷ്യന്റെ റൂഹ് പിടിക്കുന്ന രംഗമാണ്. ആ ചീത്ത മനുഷ്യന്റെ റൂഹ് പിടിക്കുമ്പോൾ അവനോട് പറയുന്ന വാചകം അല്ലാഹുവിന്റെ കോപത്തിലേക്കോ മതത്തിലേക്കും അവന്റെ വെറുപ്പിലേക്കും കടന്നു വരിക എന്നാണ്. ആ മനുഷ്യൻ അവനവന്റെ ആത്മാവ് അവന്റെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് വലിയവനാണ്. ആത്മാവിനെ പുറത്തു കൊടുക്കാൻ തയ്യാറാകാതെ അതിങ്ങനെ ഉള്ളിലേക്ക്, മാളത്തിലേക്ക് പാമ്പുകളും മറ്റും വലിയുന്നത് പോലെ ആ മനുഷ്യന്റെ ആത്മാവ് ഉള്ളിലേക്ക് വലിയും. അവര് പിടിച്ചു വലിച്ചൊടുക്കും. വല്ലാത്ത വേദന ആ സമയത്ത് ആ മനുഷ്യൻ അനുഭവിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കൊടുത്തുള്ള കുന്തങ്ങൾ വലിച്ചെടുക്കുന്നത് പോലെ അവന്റെ ശരീരത്തിൽ നിന്നും ആ ആത്മാവിനെ മലക്കുകൾ വലിച്ചെടുക്കും. മലക്കുകൾ
മറ്റൊന്ന് വലിച്ചെടുക്കുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. ഞാൻ എന്റെ ഹദീസുകൾ ഈ ക്ലാസ്സിൽ കൊണ്ടുവരാനുള്ള കാരണം ഒന്ന് മലക്കുൽ മൗത്ത് എന്ന് പറയുന്ന ഒരു മലക്കുണ്ട്. അത് ഉറപ്പാണ്. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് ഈ ആധാരം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ മലക്കുൽ മൗത്ത് നമ്മൾ അംഗീകരിച്ചേ മതിയാകും. അതോടൊപ്പം തന്നെ ആ മലക്കുൽ മൗത്ത് നമ്മുടെ സമീപത്തേക്ക് വരുമെന്ന വിശ്വാസം നമുക്കുണ്ടാകും. നമ്മളിൽ പല ആളുകളും മരണത്തെ മറന്നുകൊണ്ടാണ് ജീവിക്കുന്നത്. മരണമില്ലാത്തതുപോലെയാണ് പല ആളുകളുടെയും ജീവിതം. മരണമെന്ന് പറഞ്ഞാൽ എന്തോ നടക്കുന്ന എപ്പോഴോ നടക്കുന്ന കാര്യമല്ലേ. ഞാനത് എന്തിന് ഇപ്പോൾ തന്നെ ഒരുങ്ങണം, അല്ലെങ്കിൽ ഞാനത് പേടിക്കണം എന്ന ചിന്തയാണ് പല ആളുകൾക്കും. പ്രിയപ്പെട്ടവരെ, മരണത്തിന് പ്രായമില്ല, മരണത്തിന് സമയമില്ല, മരണത്തിന് കാലമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പടച്ച സമയത്ത് റബ്ബ് മരണത്തിന്റെ സമയം നിശ്ചയിച്ചിട്ടുണ്ട്. അവിടെ ഈ ഒരു മരണത്തിന്റെ സാന്നിധ്യമുണ്ട്. നമ്മളത് ചർച്ച ചെയ്യുന്നുണ്ട്. ഒരു മനുഷ്യന്റെ ആത്മാവ് ഊതുന്ന മലക്കുകളുണ്ട്. അവിടെ അജൽ തീരുമാനിച്ചിട്ടുണ്ട്. എപ്പോഴാണ്, എന്താണ്, എങ്ങനെയാണ് മരിക്കുക, ആ കാര്യം തീരുമാനിക്കപ്പെട്ടതാണ്. ഞാൻ എവിടെ വെച്ച് മരിക്കണമെന്നുള്ളത് റബ്ബ് സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച കാര്യമാണ്. അതിൽ സംശയമില്ല. ആകാശത്തിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന വിമാനത്തിൽ നിന്ന് കത്തിക്കരിഞ്ഞ് ചാമ്പലായി മരിക്കണമെന്നാണ് റബ്ബിന്റെ വിധിയെങ്കിൽ ഒരിക്കൽ പോലും വിമാനയാത്ര നടത്താത്തവൻ വിമാനയാത്ര നടത്തും. വിമാനയാത്ര നടത്തും, ഒരു സംശയവുമില്ല. മനസ്സിലായി? അവരെ വിമാനയാത്ര നടത്തും. അതേപോലെ തന്നെ ഇവിടെയാണ്, ഏത് സ്ഥലത്താണോ അല്ലാഹു മരണം നിശ്ചയിച്ചത് അവിടേക്ക് നമുക്ക് ആവശ്യം ഉണ്ടാക്കി തരുമെന്നാണ് ഹദീസിലുള്ളത്. അവിടേക്ക് അല്ലാഹു നമ്മളെ എത്തിക്കും. അവിടെ നമ്മളെ എത്തിക്കുമെന്ന് നമ്മളെ വെച്ചുകൊണ്ട് നമ്മുടെ ആത്മാവിനെ പിടികൂടും. അതിന് പ്രായമാകണമെന്നില്ല, രോഗം വരണമെന്നില്ല. എത്രയോ രോഗികൾ എത്ര കാലമായി അവർ രോഗികളായി കിടക്കുന്നു. ഒന്ന് മരിച്ചെങ്കിലും ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ആഗ്രഹിക്കാൻ പാടില്ല. പക്ഷെ എന്നിട്ടും ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അവരെ മരണം പിടികൂടുന്നില്ല. എത്ര ആരോഗ്യകാരിയാണ്, എത്ര നല്ല മനുഷ്യരെയാണ് മരണം പിടികൂടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മരണത്തെ കുറിച്ച് ഓർക്കാനും മരണത്തിന് വേണ്ടി തയ്യാറാകാനും വിശ്വാസികളായ നമ്മുടെ മനസ്സ് കാണിക്കേണ്ടത്. ഏത് സമയവും ഈ ലോകത്ത് വിട പറയണം. നമ്മൾ ഏത് സമയവും വിട പറയണം. നമ്മുടെ ജീവിതത്തിന്റെ ഇടയിൽ പല ആളുകളെയും നമ്മൾ കണ്ടിട്ടുണ്ട്. തൊലികൾ ചുരുങ്ങിപ്പോയ, പ്രായമേറെയായി മുടി നനച്ച, തൊലികൾ ചുരുങ്ങിപ്പോയ മനുഷ്യന്മാരെ, നമ്മുടെ മുതിർന്ന ആളുകളെ, വാർദ്ധക്യം ബാധിച്ച ആളുകളെ നമ്മൾ കാണാറുണ്ട്. യുവാക്കളായ ആളുകൾ, യുവതികളായ ആളുകൾ, നമ്മുടെ പ്രായത്തിലെ ആളുകൾ നമ്മൾ കാണാറുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും അതുപോലെയുള്ള ഒരു അവസ്ഥ വരുമെന്ന് നമ്മൾ ആലോചിക്കാറുണ്ടോ? അതുകൊണ്ട് തന്നെ നമ്മുടെ ആരോഗ്യവും നമ്മുടെ സമയവും ഒക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തി മരണത്തിനപ്പുറമുള്ള ലോകത്തേക്ക് നമ്മൾ തയ്യാറായിട്ടില്ലായെങ്കിൽ നമ്മുടെ ജീവിതം ദുരിതമായിരിക്കും, ദുരന്തമായിരിക്കും. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നന്മകൾ ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും മനസ്സ് കാണിക്കണം. അപ്പൊ മലക്കുൽ മൗത്ത് എന്ന് പറയുന്ന മലക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മലക്കാണ്. അതാണ് മലക്കിന്റെ പേര്. അതേപോലെ തന്നെ മറ്റൊരു മലക്ക് റഖീബ് അതീദ് എന്ന മലക്കുകളാണ്. റഖീബ് അതീദ് എന്ന് പറഞ്ഞാൽ ഇത് മലക്കുകളുടെ പേരാണ് എന്ന അഭിപ്രായമാണ് പണ്ഡിതന്മാരുള്ളത്. ഈ പേര് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് റഖീബ് അതീദ് എന്നുള്ളത് മലക്കുകളുടെ നാമമാണ്, പേരാണ് എന്ന് പഠിപ്പിച്ച പണ്ഡിതന്മാരുണ്ട്. എന്നാൽ അതിനെ എതിർത്ത പണ്ഡിതന്മാരുണ്ട്. അത് നാമമല്ല, പേരല്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഖുർആൻ അല്ലാഹു പറഞ്ഞു, ഇദ് യതലഖൽ മുതലഖിയാന അൻ യമീനി വ അൻ ശിമാലി ഖഈദ് മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖാഫിയ 17 ആയത്തുകളാണ്. ഈ ആയത്തിൽ അല്ലാഹു പറയുന്നത്, വലതുഭാഗത്തും ഇടതുഭാഗത്തും ഇരുന്നുകൊണ്ട് ഏറ്റുവാങ്ങുന്ന രണ്ടുപേർ ഏറ്റുവാങ്ങുന്ന സന്ദർഭം. അവൻ ഏതൊരു വാക്ക് ഉച്ചരിക്കുമ്പോഴും അവന്റെ അടുത്ത് തയ്യാറായി നിൽക്കുന്ന നിരീക്ഷകൻ ഉണ്ടാവാതിരിക്കുകയില്ല. അപ്പൊ ഇത് മലക്കാണോ അതോ മലക്കുകളുടെ ദൗത്യമാണോ, അവരുടെ വിശേഷണമാണോ പറയുന്നത് എന്ന വിഷയത്തിൽ പണ്ഡിതന്മാരുടെ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്തായാലും ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം എന്താണ്? മനുഷ്യന്റെ പോലെ രണ്ട് മലക്കുകളുണ്ട്. മനുഷ്യന്റെ പോലെ രണ്ട് മലക്കുകളുണ്ട്. ആ മലക്കുകൾ അറിയാതെ, ആ മലക്കുകൾ രേഖപ്പെടുത്താതെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. എന്ത് ചെയ്താലും, എന്ത് പ്രവർത്തിച്ചാലും അതെയും ആ മലക്കുകൾ രേഖപ്പെടുത്തും. മഹാനായ പണ്ഡിതന്മാർ പറഞ്ഞു, ഫറഖീബു വൽ അതീദ് ഹുനാ വസ്സാലിൽ മലക്കൈനി അല്ലദീന യുസജ്ജിലാന അഅമാൽ ഇബാദ. മനുഷ്യന്മാരുടെ പ്രവർത്തികളെ രേഖപ്പെടുത്തുന്ന രണ്ട് മലക്കുകളുടെ വിശേഷണമാണ് റഖീബ് അതീദ് എന്നാണ് ചില പണ്ഡിതന്മാർ പറയുന്നത്. വമഅന റഖീബ് അതീദ് ഐ മലക്കാനി ഹാദിറാനി ഷഹീദാ. ആ മലക്കുകൾ
മറച്ചു വെക്കാൻ പറ്റില്ല. അത് അല്ലാഹു കൊടുത്ത ഒരു കഴിവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മലക്കുകൾക്ക് കൊടുത്ത ദൗത്യമാണ്. അവന്റെ സൃഷ്ടികളായ മനുഷ്യന്മാരെ എന്ത് ചെയ്താലും എന്ത് പ്രവർത്തിച്ചാലും അത് രേഖപ്പെടുത്തി വെക്കണം, എഴുതി വെക്കണം. ഖുർആൻ അല്ലാഹു പറഞ്ഞു, ഇന്ന അലൈക്കും ലഹാഫിദീൻ കിറാമൻ കാതിബീൻ. ഖുർആൻ നമുക്ക് പരിചയമുള്ളതാണ്. വഇന്ന അലൈക്കും ലഹാഫിദീൻ കിറാമൻ കാതിബീൻ യഅലമൂന മാ തഫഅലൂൻ. എന്താ അല്ലാഹു പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നിങ്ങളുടെ അടുത്ത് ഹാഫിദീങ്ങളുടെ സംരക്ഷകരായ ആളുകൾ. അടുത്ത വാചകത്തിൽ കിറാമൻ കാതിബീൻ മാന്യന്മാരായ എഴുത്തുകാർ. മാന്യന്മാരായ എഴുത്തുകാരെന്ന് അല്ലാഹു പറയുന്നത്. നിങ്ങൾ ആലോചിച്ചോ, മാന്യന്മാരായ എഴുത്തുകാർ. ആ പ്രയോഗത്തിന് ഒരു സൗന്ദര്യമുണ്ട്, ആ പ്രയോഗത്തിന് ഒരു ഭംഗിയുണ്ട്. അല്ലാഹു പറയുന്നത് നിങ്ങളുടെ മേൽനോട്ടക്കാരായ മലക്കുകളുണ്ട്, സംരക്ഷകരായ ആളുകളുണ്ട്. അവരാരും മാന്യന്മാരാണ്. നമ്മുടെ നാട്ടിൽ ഒരു പഞ്ചായത്തിന് ഒരു പേപ്പർ കിട്ടണമെങ്കിൽ നമ്മളവിടെ പോകും, കൈക്കൂലി കൊടുക്കാൻ ചെയ്യാൻ പറ്റും, കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും. നമ്മുടെ സ്വാധീനം ഉപയോഗിച്ച് ഈ ലോകത്ത് നമുക്ക് പലതും നേടിയെടുക്കാൻ പറ്റും. നമുക്ക് ആവശ്യമുള്ള രേഖകൾ ഉണ്ടാക്കാൻ പല രീതിയിൽ ആളുകൾക്ക് സാധിക്കും. എന്നാൽ നിങ്ങളുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്ന മലക്കുകൾ അവരാണ്. അവരെ കിറാമൻ, അവർ മാന്യന്മാരാണ്, അവര് മാന്യതയുള്ളവരാണ്. ഒരു സ്വാധീനത്തിലും അവരെ ലഭിക്കുകയില്ല, ആർക്കും അവരെ സ്വാധീനിക്കാൻ കഴിയുകയില്ല. എന്താണോ ചെയ്യുന്നത് അതൊക്കെ രേഖപ്പെടുത്തി വെക്കും, ചെയ്യുന്നത് മുഴുവനും അവർ രേഖപ്പെടുത്തി വെക്കും. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്രിമു, നിങ്ങൾ ആദരിക്കണം, നിങ്ങൾ ആദരവോട് മാർക്ക് നിങ്ങളുടെ അടുത്തുള്ള നിങ്ങളുടെ കൂടെയുള്ള എഴുത്തുകാരായ മലക്കുകളെ നിങ്ങൾ ആദരിക്കണം. എങ്ങനെ ആദരിക്കേണ്ടത്? അവർക്ക് അവരെ സൽക്കരിക്കാനല്ല, അവർക്ക് ഏതെങ്കിലും ചെയ്തു കൊടുക്കാനല്ല, മറിച്ച് തിന്മകൾ ചെയ്യാത്ത, തെറ്റുകൾ പ്രവർത്തിക്കാതെ, അവർ രേഖപ്പെടുത്താൻ തെറ്റുകളില്ലാതെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നന്മയുള്ളതാക്കി മാറ്റണം. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ കൂടെയുള്ള ആ മലക്കുകളെ നിങ്ങൾ ആദരിക്കണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ മലക്കുകൾ രണ്ട് സമയത്ത് മനുഷ്യന്മാരുടെ കൂടെ ഉണ്ടാവില്ല, രണ്ട് സമയത്ത് ഉണ്ടാവില്ല. അർത്ഥം ആ രണ്ട് നേരം നടക്കുന്ന എല്ലാ കാര്യവും അവരറിയാതിരിക്കുന്നല്ല, അവരിൽ നിന്ന് ദൂരം പ്രാപിക്കുന്ന രണ്ട് സമയം. ഈ മലക്കുകൾ റഖീബ് അതീദ് എന്ന് പറയുന്ന മലക്കുകൾ മനുഷ്യരിൽ നിന്ന് അകലെ പാലിക്കുന്ന രണ്ട് നേരം. ഒന്ന് ജനാബത്തിന്റെ സമയമാണ്. ജനാബത്തുള്ള ഒരു മനുഷ്യൻ ജനാബത്തുള്ള സമയത്ത് അവരിൽ അകലെ പാലിക്കും. അതേപോലെ തന്നെ ഒരു മനുഷ്യൻ അവൻ പ്രാഥമികമായ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി, മലമൂത്ര വിസർജനത്തിന് വേണ്ടി അവൻ ഉപയോഗിക്കുന്ന സമയം അവരിൽ നിന്ന് അകലെ പാലിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ജനാബത്തുകാരനായ വേഗം കുളിച്ച് ശുദ്ധിയാകും, വേഗം ശുദ്ധിയാകും. മനസ്സിലായി? പ്രാഥമികമായ ആവശ്യങ്ങൾ അവിടെ അനാവശ്യമായ സമയം എടുക്കാൻ പാടില്ല, വെറുതെ പോയി സമയം കളയാൻ പാടില്ല. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട അപകടപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൂടെ മലക്കുകളുണ്ട്. റഖീബ് അതീദ് എന്ന് പറയുന്ന വിശേഷണമാകട്ടെ പേരാകട്ടെ ആ രണ്ട് മലക്കുകളുടെ കൂടെ ഉണ്ട്. ആ മലക്കുകളുടെ ജോലിയല്ല നമ്മുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തി വെക്കുകയാണ്. സഹോദരങ്ങളെ, ആ കർമ്മങ്ങളുടെ രേഖകൾ ലഭിക്കുന്ന ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ട്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ നഹ്ലിൽ അല്ലാഹു പറഞ്ഞു, "വഖുദിഅൽ കിതാബു വതറൽ മുജ്രിമീന മുശ്ഫിഖീന മിമ്മാ ഫീഹി വയഖൂലൂന യാ വൈലതനാ മാ ലിഹാദൽ കിതാബ്." മനുഷ്യന്മാരുടെ കിതാബാണ്, ഗ്രന്ഥങ്ങൾ നമുക്ക് ലഭിക്കും. വഖുദിഅൽ കിതാബു വതറൽ മുജ്രിമീന മുശ്ഫിഖീന. അല്ലാഹു പറയുന്നത് ആ അക്രമികളായ ആളുകൾ, മുൻപ് പ്രവർത്തിച്ച മുസ്ലിമുകളായ ആളുകൾ സമയം, ആ ഗ്രന്ഥങ്ങളെ കാണുന്ന സമയം അവർ പറയുന്ന വാചകം എന്താ? അവർ പറയുന്ന ഇതൊരു ഗ്രന്ഥമാണ്, ഇതൊരു ഗ്രന്ഥമാണ് എന്ന നാശമേ, ഇതൊരു ഗ്രന്ഥമാണ് എന്നവർ പറയും. എന്നവർ പറയാറുണ്ട്. അവരെന്നെ പറയാറുള്ള കാര്യം എന്താ? ലാ യുവാദിറു സഗീറതൻ വലാ കബീറ. ഈ ഗ്രന്ഥത്തിൽ ചെറുതും വലുതുമായ ഒന്നും വിട്ടേച്ചു പോയിട്ടില്ല. എന്റെ ജീവിതത്തിൽ ഞാൻ എന്ത് ചെയ്തോ, എന്റെ ജീവിതത്തിൽ ഞാൻ എന്ത് പ്രവർത്തിച്ചോ അതെല്ലാം രേഖപ്പെടുത്തി വെച്ച ഗ്രന്ഥമാണിത്. മനുഷ്യന്മാരെ ലഭിക്കുന്ന അതൊക്കെ നമ്മളെ കാത്തിരിക്കുന്നതാണ്. ആലോചിച്ചുകൊണ്ട് നാളെ അല്ലാഹു നമ്മുടെ മുമ്പിൽ വെച്ച് തരുന്ന ഗ്രന്ഥത്തിന്റെ അവസ്ഥ. ഈ ഗ്രന്ഥം നമുക്ക് ലഭിക്കും, നമ്മുടെ അഖീദയാണ്, നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഈ ഗ്രന്ഥം ലഭിക്കാൻ ആരെങ്കിലും കൂട്ടത്തിൽ ഉണ്ടാവും? ആരും ഉണ്ടാവില്ല.
പേടിപ്പിച്ച് ചോദികളൊക്കെ നിരക്കാറുണ്ട്. എന്തായിരുന്നു കാരണം അറിയോ? അവർ പറയുന്ന വാചകങ്ങൾ ദുനിയാവിൽ വെച്ച് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അവർ വിചാരിച്ചു, എന്താ വിചാരിച്ചത്? നാളെ വിചാരണ, അള്ളാഹു വിചാരണ കൊടുക്കും. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അയാൾ ആലോചിച്ചു, അയാൾ ചിന്തിച്ചു, അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കണം. അള്ളാഹു ചോദിക്കും, പടച്ചവനോട് ഈ കാര്യത്തെ കുറിച്ച് ചോദിക്കും, മറുപടി പറയണം എന്ന ചിന്തയാണ് അവർക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ചിന്തയോടുകൂടെ നമ്മൾ ജീവിക്കുക. എങ്കിൽ നമ്മുടെ ജീവിതം ധന്യമാകും. ഭാര്യയ്ക്ക് ഭർത്താവിനോട് ബാധ്യതകൾ, ഭർത്താവിന് ഭാര്യയോട് ഉത്തരവാദിത്തങ്ങളുണ്ട്, നമ്മുടെ മക്കളോട് നമുക്ക് കടമാണ്, മാതാപിതാക്കളോട് കടമാണ്. നമ്മളത് ചെയ്യാറുണ്ടോ? അത് ചെയ്തിട്ടില്ല എങ്കിൽ ആ മേഖലയിൽ എന്തെങ്കിലും മലങ്ങൾ എഴുതി വെക്കണം, എന്തെങ്കിലും എഴുതി വെക്കാം. നമ്മുടെ സ്വർഗവും നരകവും അവർ തീരുമാനിക്കപ്പെടുന്നത് ദുനിയാവിലെ നമ്മുടെ അമലുകളാണ്, നമ്മുടെ വിശ്വാസവും നമ്മുടെ കർമ്മങ്ങളുമാണ്. ആ കർമ്മങ്ങൾ രേഖപ്പെടുത്തുന്ന മലക്കുകളുണ്ട്. ആ കർമ്മരേഖ നമുക്ക് ലഭിക്കുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ കൂടെ രണ്ട് മലക്കുകളുണ്ട്. ആ മലക്കുകൾ അറിയാതെ ഒന്നും നമുക്ക് പറയാനോ ചെയ്യാനോ സാധ്യമല്ല. പിന്നെ എങ്ങനെ ഒരു മനുഷ്യൻ അവന്റെ ജീവിതം വഴികളിലേക്ക് പോവുക? നമ്മളത് മറക്കുന്നത് കൊണ്ടാണ്, നമ്മളത് വിട്ടുപോകുന്നത് കൊണ്ടാണ്. നാളെ നേരത്തെ വരുന്ന സമയം, നാളെ രാവിലെ നിങ്ങളുടെ മക്കളോട് ഇത് പറയുകയായിരിക്കും. മക്കളെ വിളിച്ച് അവരോട് പറയും, മക്കളെ ഇന്ന് നീ കോളേജിലേക്ക് പോകുമ്പോൾ, ക്യാമ്പസിലേക്ക് പോകുമ്പോൾ നിന്റെ കൂടെ ഞാൻ രണ്ടാൾക്കാരെ പറഞ്ഞേക്കുന്നു. രണ്ടാളുകളെ പറഞ്ഞേക്കുന്നുണ്ട്. ആ ആളുകളുടെ പ്രത്യേകത എന്താ? അവരുടെ കയ്യിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയ ഒരു ക്യാമറ, വീഡിയോ ക്യാമറ. നീ ഇത് എന്ത് ചെയ്താലും അത് റെക്കോർഡ് ചെയ്യും. നീ എവിടെ പോയാലും, ആരോട് സംസാരിച്ചാലും, എവിടെ നോക്കി നിന്നാലും ഒക്കെ ചെയ്യും. ആ രണ്ടാളുകൾ റെക്കോർഡ് ചെയ്യും. എന്നിട്ട് വൈകുന്നേര സമയത്ത് സ്കൂളൊക്കെ വിട്ട് ക്യാമ്പസ് കഴിഞ്ഞ് കോളേജ് വിട്ട് വീട്ടിൽ വന്നാല് ഞങ്ങളും നീയും നമ്മുടെ വീട്ടിലെ എല്ലാ ആൾക്കാരും കൂടെ രാത്രി ഒരുമിച്ചിരുന്ന് ഇന്നത്തെ നിന്റെ ജീവിതം നമ്മളെല്ലാവരും കൂടെ കാണും. ഒരു പ്രൊജക്ടർ ഇട്ട് നമ്മൾ കാണും എന്ന് നിങ്ങളുടെ കുട്ടിയോട് പറഞ്ഞു വിചാരിക്കും. അന്നത്തെ ദിവസത്തേക്ക് നമ്മുടെ കുട്ടി സ്കൂളിലേക്ക് പോവുക, കോളേജിലേക്ക് പോവുക. ഉറപ്പാണ് ഒരു പെൺകുട്ടിയും മറ്റൊരാൺകുട്ടിയോട് കണക്കെടുക്കാൻ പോകില്ല, ഒരു സിനിമ പോസ്റ്ററോ നോക്കൂല, ഒരു തോന്നിവാസം ചെയ്യില്ല. അന്നവൻ ഉഷാറായിരിക്കും, നല്ല കുട്ടിയായിരിക്കും. എന്ത് കാര്യം? റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ആളുണ്ട്. ഇതിനെ അള്ളാഹു നമ്മളോട് പറഞ്ഞത്, നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യവും രേഖപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നാളെ പുറത്തു കൊണ്ടുവരും. ആരിൽ നിന്നും മറച്ചു വെക്കാൻ പറ്റില്ല. നാളെ പരലോകത്തുണ്ടാകൂ 4 സാക്ഷികളെ കൊണ്ടുവരുന്നതാണ്. 4 സാക്ഷികൾ. അറിവിൽ ബന്ധമുണ്ട്. നിന്റെ പേര് 4 സാക്ഷികളുണ്ട്. മനസ്സിലായോ? നിന്റെ പേര് 4 സാക്ഷികളുണ്ട് എന്ന അറിവിൽ ബന്ധമുണ്ട്. അതിന് ഒരു സാക്ഷിയാണ് ഒന്ന് നമ്മളെ. അപ്പൊ നമ്മുടെ വാക്ക് സീല് വെക്കും കേട്ടോ. നമ്മുടെ കൈകാലുകൾ സംസാരിക്കും, നമ്മുടെ കൈകാലുകൾ സംസാരിക്കും. നമുക്കെതിരെയുള്ള സാക്ഷി നമ്മളാണ് ഒന്നാമത്. രണ്ടാമത്തത് മലക്കുകളാണ്. മലക്കുകളെ കൊണ്ടുവരും. മൂന്നാമത്തെ ഭൂമിയാണ്. ഭൂമിയെ പടച്ച കൊണ്ടുവരുന്ന സ്വർഗ്ഗ ശിശുക്കൾ വായിച്ചു കൊടുക്കുന്നത്. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അത്ഖാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ യൗമഇദിൻ തുഹദ്ദിഥു അഖ്ബാറഹാ. ആയത്തിന്റെ വിശദീകരണം അന്നത്തെ ദിവസം ഭൂമിയുടെ വർത്തമാനം പറയും. എന്താ ഭൂമിയുടെ വർത്തമാനം പറയും? ഭൂമിയുടെ മുകളിൽ ഒരു മനുഷ്യൻ എന്തൊക്കെ ചെയ്തോ അതൊക്കെ ഭൂമി വിളിച്ചു പറയും. ഭൂമി വിളിച്ചു പറയും. അതാണ് മൂന്നാമത്തെ സാക്ഷി. നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ, മലക്കുകൾ, ഭൂമി, നരകമാണ്. റബ്ബറിയാതെ ഒന്നും നമുക്ക് ചെയ്യാറില്ല. ഈ 4 സാക്ഷികളെ നമുക്കെതിരെ അല്ലാഹു കൊണ്ടുവരുന്നതാണ്. അനുകൂലമായോ പ്രതികൂലമായോ കൊണ്ടുവരും. അതുകൊണ്ട് ജീവിതത്തിൽ എത്തിയണം, നല്ല ശ്രദ്ധ ഉണ്ടാകണം. നാളെ പരലോകത്ത് പോയി വിജയകരനാകുന്ന ബോധ്യമാകണം. അതുകൊണ്ട് തന്നെ ഇങ്ങനെ 2 മലക്കുകളെ കുറിച്ച് കേൾക്കുമ്പോൾ, പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന വികാരങ്ങൾ, ഇവര് കർമ്മങ്ങൾ രേഖപ്പെടുത്തുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ എന്ത് വേണം? കൂടുതൽ കർമ്മങ്ങൾ ചെയ്യണം, കൂടുതൽ നന്മകൾ ചെയ്യണം. ആ മലക്കുകൾ രേഖപ്പെടുത്താൻ നന്മകൾ കൊണ്ട് ധന്യമാക്കണം നമ്മുടെ ജീവിതം. അതാണ് നമ്മൾ പഠിക്കുന്നത്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്വഹാബി പറയാണ്, ഞങ്ങൾ നബിയുടെ കൂടെ നിസ്കരിക്കുന്നു. കുന്നാ യൗമൻ നുസല്ലി വറാഅ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫലമ്മാ റഫഅ റഅസഹു മിൻ റകഅ ഖാല സമിഅ അല്ലാഹു ലിമൻ ഹമിദ. ഞങ്ങൾ നബിയുടെ കൂടെ നിസ്കരിക്കുന്നു. അങ്ങനെ നബി ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുകൂഇലേക്ക് പോയി. റുകൂഇൽ പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞു. അങ്ങനെ എഴുന്നേറ്റ സമയത്ത് ഞങ്ങളുടെ പിന്നിൽ നിന്ന്
ഖാല റജുൽ വറാഅഹു യബ്തഇ മനുഷ്യൻ അയാൾ റബ്ബനാ വലക്കൽ ഹംദു ഹംദൻ തയ്യിബൻ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി. ഒരു മനുഷ്യൻ അയാൾ പറഞ്ഞു റബ്ബനാ വലക്കൽ ഹംദു ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി എന്നല്ല വാക്കാണ്. അങ്ങനെ ചെയ്യും. നിസ്കാരത്തിന്റെ ഫലമായി നിസ്കാരത്തിന്റെ പിന്നിന്റെ സമയത്ത് നബി ചോദിച്ചു ആരാണ് പറഞ്ഞത്? ഞാൻ റുകൂഇൽ നിന്ന് എഴുന്നേറ്റ സമയത്ത് റബ്ബനാ വലക്കൽ ഹംദു എന്ന് പറയുന്ന പ്രാർത്ഥന പറഞ്ഞ ആളാണ്. അപ്പോൾ അയാൾ പറഞ്ഞു ഞാനാണ് നബിയെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു റഅയ്തു ബിദഅതൻ വസലാസീന മലക്കൻ റഅയ്തു ബിദഅതൻ വസലാസീന മലക്കൻ യബ്തദിഊനഹാ അയ്യുഹും യക്തുബുഹാ അവ്വൽ. ഇമാം ബുഖാരിയുടെ ഹദീസാണ്. എന്താ ഹദീസിലുള്ളത്? ആ മനുഷ്യൻ ചെയ്ത നന്മയെ രേഖപ്പെടുത്താൻ വേണ്ടി 30ലധികം ബിദഅതൻ വസലാസൂന 30ലധികം മലക്കുകൾ മത്സരിക്കുന്നത് ഞാൻ കണ്ടു. നബി പറയുന്നു. കുട്ടികൾ നമസ്കാരത്തിൽ നമ്മൾ റുകൂഇൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് റബ്ബനാ വലക്കൽ ഹംദു ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി എന്ന പ്രാർത്ഥന ചൊല്ലുമ്പോൾ മലക്കുകൾ രേഖപ്പെടുത്താൻ വേണ്ടി മത്സരിക്കണം. മനസ്സിലായി? അപ്പോൾ നമുക്ക് രേഖപ്പെടുത്താൻ മലക്കുകൾ മത്സരിക്കണം. എന്തുമാണ് രേഖപ്പെടുത്താൻ? നന്മകൾ ചെയ്യണം. മലക്കുകൾ രേഖപ്പെടുത്താൻ നന്മകൾ ഉണ്ടാകണം. മറ്റൊരു ഹദീസിൽ കാണാം നബി പറഞ്ഞു ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ പ്രാർത്ഥന അറിയാൻ ആരും കൂട്ടത്തിലുണ്ടാവില്ല. നമുക്കൊക്കെ മനഃപ്പാടമുള്ള പ്രാർത്ഥനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഒരാൾ ഒരു ദിവസം ഒരാൾ 100 തവണ പറഞ്ഞു കാനത് ലഹു അബദ അശ്റഖാബി വഖുതിബത് ലഹു മിഅതു ഹസന വമഹീതു ലഹു മിഅതു സയ്യിഅ. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഒരാൾ ഇത് 100 തവണ പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ 100 തവണ പറഞ്ഞാൽ എന്താ ചെയ്യാ? അവന് 10 അടിമകളെ മോചിപ്പിച്ച കൂലിയുണ്ട്. 10 അടിമകളെ മോചിപ്പിച്ച കൂലി. ഒരു അടിമ മോചിപ്പിച്ച കൂലിയുണ്ടായി. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹദീസിൽ കാണാം ഒരു മനുഷ്യന്റെ അടിമയെ മോചിപ്പിച്ചാൽ ആ അടിമയുടെ ശരീരത്തിലെ അവയവങ്ങൾക്കനുസരിച്ച് അഥവാ മോചിപ്പിച്ച അടിമ കയ്യിലുണ്ടെങ്കിൽ അല്ലാഹു പറയും ഈ ആരാണ് മോചിപ്പിച്ചാൽ കയ്യിനെ നരകത്തിൽ രക്ഷപ്പെടും, കാലിൽ കാല് രക്ഷപ്പെടും. അങ്ങനെ എന്തൊക്കെ അവയവങ്ങൾ അയാൾക്കുണ്ടോ ആ അയാളുടെ അവയവങ്ങൾക്കനുസരിച്ചെങ്കിലും ഈ മനുഷ്യനെ മോചിപ്പിച്ചയാളുടെ അവയവങ്ങളെ അല്ലാഹു നരകത്തിൽ രക്ഷിക്കും. അപ്പൊ പൂർണ്ണനായ ഒരു അടിമയെ മോചിപ്പിച്ചാൽ എന്ത് ചെയ്യാം? അല്ലാഹു പൂർണ്ണനായിട്ട് ഒരാളെ നരകത്തിൽ മോചിപ്പിക്കും. അതാണ് അടിമ മോചനത്തിന്റെ പ്രതിഫലം. അന്നത്തെ കാലഘട്ടത്തിൽ വലിയ പുണ്യമുള്ള പ്രവർത്തിയാണ് അടിമ മോചനം. മഹാനായ ഇബ്നു റളിയല്ലാഹു 1000ഓളം അടിമകളെ മോചിപ്പിച്ചു ചരിത്രം. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ബിലാൽ റളിയല്ലാഹു അടക്കമുള്ള ഒട്ടേറെ അടിമകളെ മോചിപ്പിച്ച ചരിത്രം സാക്ഷിയാണ്. ഒരുപാട് അടിമകളെ മോചിപ്പിച്ചത് വലിയ പുണ്യമുള്ള കാര്യമാണ്. അങ്ങനെ 10 അടിമകളെ മോചിപ്പിച്ച കൂലി. 10 അടിമകളെ മോചിപ്പിച്ച ചെയ്യണം ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ 100 വട്ടം പറയണം. എത്ര സമയം വേണ്ടിവരും? പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരികളെ, അടുക്കളയിൽ നമ്മുടെ ജോലിക്കിടയിൽ ഒരു 15 മിനിറ്റ് മാറ്റി വെച്ചാൽ ഒരു ദിവസം 10 അടിമകളെ മോചിപ്പിച്ച കൂലി കിട്ടും. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പുരുഷന്മാരെ കൊണ്ട് യാത്ര ചെയ്യുമ്പോൾ അല്ലേ നമ്മുടെ ജീവിതത്തിലെ ഒരു എന്നും നടത്തില്ലായിരിക്കും മനുഷ്യന്മാരെ തിരക്കുണ്ടാകും. നമ്മുടെ അജണ്ടയിൽ ഉണ്ടാകും ഒരു മാസത്തിൽ ഒരു 10 തവണയെങ്കിലും ഈ ദിക്ർ പൂർണ്ണമായി പറയാത്ത ഒരു ദിവസവും കടന്നു പോകില്ല എന്ന് നമ്മൾ തീരുമാനിക്കണം. മനസ്സിലായില്ലേ? എത്രയോ സമയം നമ്മൾ വെറുതെ കഴിയുന്നുണ്ട്. നമ്മുടെ സ്ക്രീൻ സമയം, സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഉപയോഗിക്കുന്ന സമയം പരിശോധിച്ചാൽ മതി. അതുകൊണ്ട് കുറച്ച് സമയം നമ്മുടെ കൂടെയുള്ള മലക്കുകൾക്ക് നന്മകളെ രേഖപ്പെടുത്താൻ അവസരം ഉണ്ടാക്കി കൊടുക്കണം. അതാണ് അവരോട് ആദരവിനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. നബി പറഞ്ഞു അങ്ങനെ 100 തവണ പറഞ്ഞാൽ വഖുതിബത് ലഹു മിഅതു ഹസന അവൻ 100 നന്മ രേഖപ്പെടുത്തും. വമഹീതു ലഹു മിഅതു സയ്യിഅ അവൻ 100 തിന്മ മായ്ച്ചു കളയും. സുബ്ഹാനല്ലാഹ്. 10 അടിമകളെ മോചിപ്പിച്ച കൂലി 100 നന്മ രേഖപ്പെടുത്തി 100 തിന്മ മായ്ച്ചു കളയും.
അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹദീസാണ് വെള്ളിയാഴ്ച ദിവസം ഇന്നത്തെ ദിവസം അല്ലേ വെള്ളിയാഴ്ച ദിവസം എന്താ ഹദീസ് വാചകം ഇദാ കാന യൗമുൽ ജുമുഅ കാന അലാ കുല്ലി ബാബിൻ മിൻ അബ്വാബിൽ മസ്ജിദി അൽ മലായിക വെള്ളിയാഴ്ച ദിവസം എല്ലാ പള്ളിയുടെ വാതിലിലും മലക്കുകളുണ്ടാവും എല്ലാ പള്ളിയുടെ കവാടത്തിലും മലക്കുകളുണ്ടാവും എന്താണ് മലക്കുകൾ ചെയ്യുന്നത് യക്തുബൂനൽ അവ്വല അവ്വൽ ആദ്യം വരുന്ന ആളാണോ ആദ്യം വരുന്ന ആൾക്കാരെ രേഖപ്പെടുത്തും അവരുടെ നന്മ രേഖപ്പെടുത്തും ഏതുവരെ ഇമാം ഇരിക്കുന്നത് വരെ ഇമാം മിമ്പറിൽ കയറി സലാം പറഞ്ഞ് ഇമാം അവിടെ ഇരിക്കുന്നത് വരെ മലക്കുകൾ വാതിൽ ചെയ്തിട്ട് വരുന്ന ആൾക്കാരെ നമ്മളൊക്കെ രേഖപ്പെടുത്തും ഇമാം ഇരുന്നാലോ ഇമാം അവിടെ ഇരുന്നാലും പേജ് പാടും എഴുത്ത് അവസാനിക്കും ഇതിൽ അവർ ഹുതുബ കേൾക്കാൻ വേണ്ടി അവർ പള്ളിയിരിക്കും ആരും മലക്കുകൾ നമ്മുടെ പേരിലേക്ക് അതിൽ പോവുക നേരത്തെ പള്ളിയിൽ പോകുന്ന ആൾക്കാരുണ്ട് ഞങ്ങളൊക്കെ ഹുതുബയുടെ ആൾക്കാർ അപ്പൊ ആരും കുറ്റപ്പെടുത്താനോ വിമർശിക്കാനോ വേണ്ടി പറയുന്നത് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ് പലപ്പോഴും ജുമാക്കാളുകൾ വൈകില്ല നേരത്തെ വരുന്ന ആൾക്കാരില്ല വെള്ളിയാഴ്ച ദിവസം എന്ന് പറഞ്ഞാല് അത് ഹുതുബയുടെ ദിവസമാണ് ജുമായുടെ ദിവസമാണ് അതിന്റെ ഗൗരവം നമ്മൾ കാണണം അതുകൊണ്ട് നേരത്തെ കുളിച്ചൊരുങ്ങി പിന്നെ സ്കൂൾ അധ്യാപകർ ഉണ്ടാവും ഗവൺമെന്റ് ജോലി അങ്ങനെ ആൾക്കാർ പ്രയാസം ആൾക്കാരുണ്ടാവും അവർക്കൊക്കെ ഇളവുണ്ട് എന്നാൽ ഒരു പണിയില്ലാതെ പ്രശ്നമില്ലാതെ ജുമാ നേരത്തെ നമ്മുടെ മുഖത്തുണ്ടാകാൻ പാടില്ല ഞാൻ പറയുന്നത് നമ്മുടെ പള്ളിയുടെ വാതിലിരിക്കുന്ന മലക്കുകൾ രേഖപ്പെടുത്തുന്ന മലക്കുകൾ എല്ലാ വെള്ളിയാഴ്ചയും നമ്മുടെ നന്മ രേഖപ്പെടുത്തുന്നത് തീരുമാനിക്കണം എന്ത് വേണം നേരത്തെ പള്ളിയിൽ നോക്കുകൾ നേരത്തെ പള്ളിയിൽ വന്ന് നമ്മുടെ പള്ളിയിലേക്ക് വലതുകാലം വെച്ച് പ്രാർത്ഥിച്ച് കയറി പള്ളിയുടെ ഒന്നാമത്തെ സുഖിലെ വലതുവശത്ത് നമ്മൾ പോയിരുന്നാൽ മലക്കുകൾ നമുക്ക് വേണ്ടി റഹ്മത്തിന് വേണ്ടി ദുആ ചെയ്യണം മലക്കുകളുടെ പ്രാർത്ഥന പള്ളിയിലെ ആൾ തന്നെ ഇവിടെ ചുമരുന്നത് ഇവിടെ പൂർണ്ണ നല്ല തിരയുന്നത് രോഗികളെല്ലാം ആൾക്കാർ പ്രയാസമില്ലാത്ത ആൾക്കാർ ഒന്നാമത്തെ സുഖിൽ വലതുവശത്ത് പോയിരിക്കണം ആ ആളുകളുടെ മലക്കുകൾ ദുആ ചെയ്യണം സ്വഹീഹായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എത്ര കൂലിയാണ് മലക്കുകളുടെ പ്രാർത്ഥന ഇജാബത്തുണ്ട് അവർ ദുആ ചെയ്താൽ അല്ലാഹു ആ പ്രാർത്ഥന സ്വീകരിക്കും അതുകൊണ്ട് തന്നെ ആ പ്രാർത്ഥന നമുക്ക് കിട്ടണം അതായിരിക്കും നമ്മൾ ചെയ്യേണ്ടത് അപ്പൊ നമുക്ക് വെള്ളിയാഴ്ച ദിവസം നേരത്തെ പള്ളിയിൽ പോവുക പള്ളിയിൽ പോയിട്ടില്ല പള്ളിയിൽ പോയി ഒന്നാമത്തെ സ്വത്തിലേക്ക് വെള്ളിയാഴ്ച മാത്രമല്ല ഏത് ദിവസവും പള്ളിയിൽ ആദ്യം വലതുവശത്ത് സീറ്റ് നോക്കണം വലതുവശത്തുണ്ടെങ്കിൽ അവിടെ പോയിരിക്കുക ഇല്ലെങ്കിൽ എന്ത് ഒന്നാമത്തെ സ്വത്തിൽ ഇടതുവശത്തിരിക്കുക മനസ്സിലായി അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ മലക്കുകളെയും രേഖപ്പെടുത്തും ആ രേഖപ്പെടുത്താൻ നന്മകൾ ചെയ്യാൻ വേണ്ടി നമ്മൾ മനസ്സിലാക്കണം ഇനി നന്മകൾ മാത്രം രേഖപ്പെടുത്തുക അല്ലല്ലോ നമ്മൾ ചെയ്യുന്ന തിന്മകൾ രേഖപ്പെടുത്തില്ലേ തിന്മകൾ രേഖപ്പെടുത്തും മലക്കുകൾ നമ്മൾ എന്ത് തിന്മ പ്രവർത്തിച്ചാലും അത് മലക്കുകൾ രേഖപ്പെടുത്തും ആ പേടി നമുക്കുണ്ടാകും അഭിഹിതമായ അന്യായമായ കാര്യം ചെയ്യേണ്ട സാഹചര്യം വരുമ്പോൾ ആലോചിക്കുക ഇത് അള്ളാഹുവിന്റെ മുമ്പിലെത്തിയും പ്രദർശിപ്പിക്കും ഈ തിന്മ ആളുകൾ അറിയും പരസ്യമാകും അതുകൊണ്ട് തന്നെ തിന്മകളിൽ നകർന്നു നിൽക്കാനുള്ള ഒരു ഭയം ഈ മലക്കുകളെ കുറിച്ചുള്ള അറിവ് നമുക്ക് നൽകാം മനസ്സിലായി ഭാര്യ ഭർത്താവിനെ ഉദ്ധരിക്കുമ്പോൾ ഭാര്യ ഭർത്താവിനോട് പിന്നെ ഭർത്താവിനോട് അനുസരണക്കേട് കാണിക്കുമ്പോൾ ചിന്തിക്കണം ഞാൻ ഈ ചെയ്യുന്നത് തിന്മയാണ് ഇതിന്റെ മലക്കുകളെ എന്റെ കൂടെയുള്ള മലക്കുകൾ രേഖപ്പെടുത്തും മനസ്സിലായി അതിൽ കാണാം ചില സ്ത്രീകൾ ചില ഭാര്യമാരെ അവരുടെ ഭർത്താക്കന്മാരെ പ്രയാസപ്പെടുന്ന രംഗങ്ങൾ ബുദ്ധിമുട്ടിക്കുന്ന രംഗങ്ങളുണ്ട് ആ സമയത്ത് സ്വർഗീയമായ സ്ത്രീകൾ പറയുന്നതാണ് ഭൂമികൾ പറയുന്നതാണ് അല്ലയോ പെണ്ണെ എന്തിനാണ് എന്റെ സമീപത്തേക്ക് വരാനുള്ള എന്റെ കൂടെ സ്വർഗത്തിൽ കഴിയാനുള്ള മനുഷ്യനെ എന്തിനാണ് ഈ പ്രയാസപ്പെടുത്തുന്നത് എന്ന് ഭൂമിയിലായ സ്ത്രീകൾ അവർ വിളിച്ചു പറയുന്ന സ്വീകായ അതിന്റെ കാണാൻ പറ്റും അത് പറയാറുണ്ട് സഹോദരികൾ ശ്രദ്ധിക്കണം ഭർത്താക്കന്മാരെ ഉപദ്രവിക്കുന്ന ഒരു വലിയ മനസ്സിലായി അവരെ ശാരീരികമായി ഉപദ്രവിക്കുന്നതല്ല മാനസികമായി പ്രയാസപ്പെടുത്തുന്ന ബുദ്ധിമുട്ടിക്കുന്ന സ്ത്രീകൾ വർദ്ധിച്ചു വരുന്ന കാലഘട്ടമാണ് ഞാൻ പെട്ടെന്ന് കുറ്റപരമായി പറയുന്നില്ല ഭർത്താക്കന്മാരെ ഒരുപാട് ദൗത്യങ്ങൾ ഉപയോഗിക്കാറുണ്ട് പല മേഖലകളിൽ ഭർത്താക്കന്മാരെ പിന്നീടാണ് അത് മറന്നോന്നല്ല സംസാരിക്കുന്നത് പക്ഷെ വർത്തമാന കാലഘട്ടത്തിൽ സ്ത്രീകൾ കുടുംബജീവിതത്തിന് പ്രാധാന്യം കൊടുക്കാത്ത ഒട്ടേറെ കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ആ കൂട്ടത്തിൽ ഉണ്ടാകാൻ പാടില്ല ഞാൻ
മുൻഗാമികൾ, ഇന്നത്തെ കാലത്തല്ല, മുൻഗാമികളായ സ്ത്രീകൾ അവരുടെ പതിവായിരുന്നു അവരുടെ ജോലികളൊക്കെ വേഗം ചെയ്തു തീർക്കുക. ജോലികളൊക്കെ വേഗം ചെയ്തു തീർക്കും. എന്തിനാണ് ആ ജോലികൾ ചെയ്തു തീർത്ത് അവരുടെ ഭർത്താവിനെ ദുഃഖം ചെയ്യാൻ വേണ്ടി, സേവനം ചെയ്യാൻ വേണ്ടി ഒരു മാറിയിരിക്കുമായിരുന്നു. മനസ്സിലായി? അങ്ങനെയായിരുന്നു അറബ് സ്ത്രീകൾ ആ കാലഘട്ടത്തിലെ ഇന്നലെ അറബ് സ്ത്രീകൾ ഭർത്താക്കന്മാരെ സ്വീകരിച്ചിരുന്നത്, അവരോട് സമീപിച്ചിരുന്നത് എന്ന് വായിക്കാൻ സാധിക്കും. നമ്മളോട് എന്ത് ചെയ്യണം? ഭർത്താക്കന്മാരോട് നന്നായി ഇടപെടുക, നന്നായി പെരുമാറുക. അവരെ മാനസികമായും ശാരീരികമായും പ്രയാസപ്പെടുത്തുന്ന ആളുകളാണ്. കാരണം നമ്മുടെ സ്വർഗം ഭർത്താവിന്റെ വൃത്തിയിലാണ്. ഭർത്താക്കന്മാരുത്തരമായിട്ട് കല്യാണം കഴിച്ചാല് ആ പെണ്ണിനോടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കടമ എന്താ? അവളെ സംരക്ഷിക്കാറുള്ളതാണ്. അവളെ സംരക്ഷിക്കാറുള്ളതാണ്. ഒരിക്കൽ സ്ത്രീ ഒരു സഹോദരി, ആ സഹോദരിയെ വിളിച്ചിട്ട് ഫോണിലേക്ക് കോൾ വന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ കണ്ണൂർ ജില്ലയിലുള്ള ഒരു സഹോദരിയാണ്. കണ്ണൂർ ജില്ലക്കാരി. എനിക്ക് ആ സ്ത്രീ അറിയില്ല. ഞാൻ വിദേശത്ത് ജോലി ചെയ്യുന്നതിനിടയിൽ നാട്ടിലുള്ള സമയത്താണ് സഹോദരി വിളിക്കുന്നത്. അപ്പൊ ഞാൻ എന്തിനാണ് എന്നെ വിളിക്കുന്നത്? എന്റെ നമ്പർ കിട്ടിയത്. അപ്പൊ നിങ്ങൾ ജുബൈലല്ലേ, സൗദി അറേബ്യ ജുബൈലല്ലേ? അവിടെ എന്റെ ഭർത്താവ് സൗദി അറേബ്യയിൽ പോയിട്ട് വർഷങ്ങളായി, ഒരുപാട് വർഷമായി. ഇതുവരെ നാട്ടിലേക്ക് വന്നിട്ടില്ല. ഞങ്ങൾക്ക് കുഞ്ഞുണ്ട്, ആ കുഞ്ഞിന് അപകടം പറ്റി. എന്നിട്ട് പോലും തിരിഞ്ഞു പോകാൻ ഭർത്താവ് വന്നിട്ടില്ല. നിങ്ങളൊന്ന് പോയി കാണണം. നാട്ടിലേക്ക് വരാൻ കഴിയണം. ഇവിടെ ഒരു ഭാര്യയുണ്ട്, മക്കളുണ്ട് എന്ന ആ ഒരു ചിന്ത അദ്ദേഹത്തിന് വിട്ടുകൊടുക്കണം. നിങ്ങളുടെ സഹോദരന്റെ വിലാപമാണ്. കല്യാണം കഴിച്ച തിരിഞ്ഞു നോക്കാത്ത, മക്കളെ തിരിഞ്ഞു നോക്കാത്ത ഭർത്താക്കന്മാരുണ്ട്. ഞാനവിടെ പോയി അദ്ദേഹത്തെ കണ്ടു. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു. നിങ്ങളുടെ നാട്ടിൽ പോകാത്തത്? അതിപ്പോ ഞാൻ പോകാം, പക്ഷെ എവിടെ പോകാം? ആ സംസാരത്തിന് ശേഷം 2 വർഷത്തേക്ക് പോയി. മനസ്സിലായി? പിന്നെയാണ് അദ്ദേഹത്തിന് നാട്ടിലേക്ക് പല ഇടപെടൽ നടത്തുന്ന നാട്ടിലേക്ക് പോയത്. നമ്മളിങ്ങനെയാണ് വേണ്ടിയ ആൾക്കാരല്ല. നമ്മുടെ ഭാര്യമാരോട് കടമ ഉത്തരവാദിത്തം. ഞാൻ പറയുന്നത്, ഭാര്യ എന്ന് പറയുന്നത്, ഭർത്താവ് എന്ന് പറയുന്നത് നമുക്ക് സ്വർഗം ലഭിക്കാനുള്ള അവസരമാണ്. സ്വർഗം ലഭിക്കുന്ന അവസരമാണ്. എന്റെ ഭാര്യയുടെ സ്വർഗം ലഭിക്കണം, എന്റെ ഭർത്താവിന്റെ സ്വർഗം ലഭിക്കണം. മനസ്സിലായി? അപ്പൊ നമ്മുടെ കൂടെയുള്ള ആളുകൾ നമ്മുടെ കുടുംബ ജീവിതത്തെ നല്ല രേഖപ്പെടുത്തുന്ന അവസ്ഥ ഉണ്ടാകണം. ഭാര്യ സ്വയം മുമ്പ് വിളിച്ചുറക്കുന്ന ഭർത്താവ്, അല്ലെങ്കിൽ ഭർത്താവിനെ സ്വയം മുമ്പ് വിളിച്ചുറക്കുന്ന ഭാര്യ, ഖുർആൻ ഓർമ്മപ്പെടുത്തുന്ന ഭാര്യ, ഇന്ന് ഇന്നലെ പഠിച്ചു എന്ന് ഭർത്താവിനോട് പറയുന്ന, ഭാര്യയോട് പറയുന്ന, പിന്നെ അങ്ങനെ പരസ്പരം ജീവിതം കൈമാറുന്ന എല്ലാ കുടുംബാംഗങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ തിന്മകൾ രേഖപ്പെടുത്തുന്ന ബോധം ഉണ്ടാകണം. പരീക്ഷയ്ക്ക് വാങ്ങിയാൽ പരീക്ഷയുമായി ബന്ധം സ്ഥാപിക്കുന്ന ആളുകൾ അറിയണം, അതൊക്കെ രേഖപ്പെടുത്തും. അതേപോലെ തന്നെ വ്യഭിചാരം ആരും അറിയില്ല. വ്യഭിചരിക്കുന്ന ആരും അറിയില്ല. ശരിയാണ്, ആൾക്കാരെ കണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ആൾക്കാരെ കണ്ട് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ. അതേപോലെ തന്നെയുള്ള അഭിഹിതമായ ബന്ധങ്ങൾ ഇതൊക്കെ രേഖപ്പെടുത്തും. അതുപോലെ നന്മയും തിന്മയും രേഖപ്പെടുത്തുന്ന മലക്കുകളുണ്ട്. ആ മലക്കുകളുടെ കൂടെയുള്ളപ്പോൾ അവരറിയാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നന്മകൾ ചെയ്യാൻ വേണ്ടി ചെയ്യണം, നമ്മുടെ മനസ്സിലാക്കുക. അപ്പൊ ഇതാണ് പേരുകൾ പറയുന്ന മലക്കുകൾ. ഖുർആനിലും ഹദീസിലൊക്കെ പേരുകൾ പറയുന്ന മലക്കുകളെ കുറിച്ചാണ് അവിടുത്തെ പറയുന്നത്. ഇത് നോക്കിയാൽ മറ്റു ചില മലക്കുകൾ അവരുടെ പേരറിയില്ല, അവരുടെ പേര് അറിയില്ല, പക്ഷെ അവരുടെ കർമ്മങ്ങൾ അറിയില്ല. അവരുടെ കർമ്മങ്ങൾ വിശ്വാസം പഠിപ്പിച്ചത് മഹാനായ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. വിശ്വാസം പറയാണ്, ഒരു മാതാവിന്റെ ഗർഭാശയത്തിൽ ബീജം 42 ആളുകൾ പിന്നിട്ടാൽ അതിലേക്കുള്ള ഒരു മലക്കിനെ പറയും. എന്നിട്ട് ആ മലക്കെയും ആ മലക്ക് അതിന് കൃത്യമായ രൂപം നൽകും. ആ മലക്ക് ആ മനുഷ്യക്കുഞ്ഞിന് പൂർണ്ണമായ രൂപം നൽകും. മാംസവും തൊലിയും അങ്ങനെ വേണ്ട ഒരു മനുഷ്യന്റെ രൂപത്തിൽ ആ മലക്കത്തെ ക്രമീകരിക്കും. മനസ്സിലായി? മലക്കത്തെ ക്രമീകരിക്കും. എന്നിട്ട് ആ മലക്ക് ചെയ്യുന്ന പണിയുടെ പ്രവാചകൻ പറഞ്ഞു, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മലക്കിനോട് വിധിക്കാൻ വേണ്ടി പറയും, പറയാൻ വേണ്ടി പറയും. എന്താ വിധിക്കുന്നത്? അത് ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കും. ഇതൊരു മലക്ക് ചെയ്യുന്ന പണിയാണ്. ആ മലക്കിന്റെ പേര് പറയും. പക്ഷേ ഇങ്ങനെ ഒരു മലക്ക് ഒരു സ്ത്രീ ഗർഭിണിയാകുമ്പോൾ 4 മാസം കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ ഗർഭാശയത്തിലേക്ക് ഒരു മലക്ക് വരും. ആ കുട്ടിനെ രൂപപ്പെടുത്തും. രൂപപ്പെടുത്തുന്ന ആണാണോ പെണ്ണാണോ എന്നതിനെ ക്രമീകരിക്കുമെന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. 120ാമത്തെ ദിവസത്തിലും 120ാമത്തെ ദിവസം ഒരു മലക്ക് വരും. ആ മലക്ക് വന്നിട്ട് ശഖീയാണോ സഈദാണോ, ദൗർഭാഗ്യവാനാണോ സൗഭാഗ്യവാനാണോ എന്നൊക്കെ രേഖപ്പെടുത്തുന്ന
ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ്. അപ്പോൾ സ്ത്രീയുടെ ഗർഭാശയത്തിന്റെ റൂഹ് താഴെ മലക്ക് വരുന്നുണ്ട്. ശരിപ്പെടുത്താൻ വേണ്ടി രൂപം ശരിപ്പെടുത്താൻ വേണ്ടി മലക്ക് വരുന്നത് സ്വഹീഹായ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യമാണ്. അതേപോലെ തന്നെ മനുഷ്യന്മാരുടെ കൂടെ സംരക്ഷകരായ മലക്കുകൾ, ഹബ്ബത്തിന് മലക്കുന്നവർ, ഹബ്ബത്തിന് മലക്ക്, സംരക്ഷകരായ മലക്കുകൾ. അപ്പൊ പ്രത്യേകിച്ച് ആയത്തിൽ കുറിച്ച് വൈകുന്നേര സമയത്ത് ഉറങ്ങാൻ കിടക്കുമ്പോൾ ആയത്തിൽ കുറിച്ച് ഓതുന്നതാണ്. ആ ആയത്തിൽ കുറിച്ച് ഓതിയാൽ അള്ളാഹു അത് ഓതിയവരുടെ കൂടെ സംരക്ഷകരായ മലക്കുകളെ നിശ്ചയിക്കും. ഇതിനെ പഠിപ്പിച്ച കാര്യം. അപ്പൊ രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്യണം. അലിയോട് ഒരു മനുഷ്യൻ ഖുറാഖി എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു കൂട്ടം ആളുകൾ നിങ്ങളെ വധിക്കാൻ വേണ്ടി വരുന്നുണ്ട്, നിങ്ങളെ കൊല്ലാൻ വരുന്നുണ്ട് എന്ന് അലിയോട് ചെയ്യൂ. കുറച്ച് ആളുകൾ വന്നത് പറഞ്ഞു. അവരിങ്ങനെ നിങ്ങളെ വധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ അലിയോട് അവരോട് പറഞ്ഞ വാചകം തരും. അലിയോട് പറഞ്ഞു, അള്ളാഹു വിധിച്ചതല്ലാതെ പിന്നെ വിപത്തുകളിൽ നിന്ന് സംരക്ഷണം നേടാൻ ഒരു മനുഷ്യന്റെ കൂടെ മലക്കുകൾ, സംരക്ഷകരായ മലക്കുകൾ. അള്ളാഹു വിധിച്ചതാണ് ഒരാളിൽ നിന്ന് നമ്മൾ ആക്രമിക്കുക. അത് തപ്പി വിധിച്ചതാണെങ്കിൽ ആ സമയത്ത് ആ അപകടത്തിന്റെ മലക്കുകൾ മാറിക്കൊടുക്കും. മനസ്സിലായി? അപ്പോഴേ അത് ആക്രമിക്കാൻ പറ്റുള്ളൂ. അതെല്ലാം നടക്കുക. അപകടത്തിന്റെ സംരക്ഷകരായ മലക്കുകൾ നമ്മുടെ കൂടെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രതിസന്ധി, ഒരു പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ഇത് അല്ലാതെ കഥയാണ്, അള്ളാഹുവിന്റെ തീരുമാനം, അതിൽ ഫൈറുണ്ടാവും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടിയോടെ പോരാട്ടം പഠിപ്പിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ കൂടെ സംരക്ഷകരായ മലക്കുകളുണ്ട്. അവർ നമ്മളെ സംരക്ഷിക്കും. അത് അള്ളാഹു ഏർപ്പെടുത്തിയ കാവലാണ്. അതെങ്ങനെ കിട്ടുക? അത് ലഭിക്കണമെങ്കിൽ ആയതിനെ കുറിച്ച് പാരായണം ചെയ്യണം. മനസ്സിലായി? അതുകൊണ്ട് തന്നെ ഹദീസിൽ വന്നതാണ് നമ്മൾ അംഗീകരിക്കുന്നു. മഹദിയായ പിന്നെ ഹാജറാബിയുടെ സംഭവം നമുക്കറിയാം. ഹാജറാബി പ്രയാസപ്പെട്ട് സഭയുടെയും മറവുകളുടെയും ഇടയിലൂടെ വെള്ളത്തിന് വേണ്ടി ഓടുക. അപ്പൊ അവരെന്ത് ചെയ്തു? സൗഖ്യം അവര് ഒച്ചൊരു ശബ്ദം കേട്ടു. അപ്പൊ അവര് നിങ്ങൾ നന്മയുണ്ടെങ്കിൽ ഒന്ന് സഹായിക്കണം. ഞാനൊരു പ്രതിസന്ധിയിലാണ്, ബുദ്ധിമുട്ടിലാണ്. ഇത് പ്രാർത്ഥനയല്ല, ഇത് ദുആയുടെ പരിധിയിലുള്ള വിളിയല്ല. കാരണം ഒരു ശബ്ദം കേട്ടിട്ടുണ്ട്. ആ ശബ്ദത്തിലൂടെ സംസാരിക്കുന്നത് തൗഹീദ് നമ്മൾ ശരിക്കും പഠിക്കണം. മനസ്സിലായില്ലേ? മുന്നിലുള്ള ഒരു ശബ്ദം കേട്ടു. ആ ശബ്ദത്തിന്റെ ഉടമയോട് ആര് പറയണത്? ആ ശബ്ദത്തിന്റെ ഉടമയോട് ആസാമി പറയണത് വല്ല നന്മയുടെ നൽകണം. ഞാനത് ആവശ്യക്കാരിയാണ്. അങ്ങനെ ചെയ്തു. ആ സമയത്ത് ആരായിരുന്നു? അത് ജിബ്രീലായിരുന്നു. ജിബ്രീലാണ്. അങ്ങനെയാണ് സംസമിന്റെ തുടക്കം. സംസം വെള്ളം ഉണ്ടാകുന്നതിനെ നമ്മുടെ ഈ പല ആൾക്കാർ പഠിച്ചു വെച്ചത് ഇസ്മായിൽ നബി അലൈഹിസ്സലാം പാല് കഴിച്ചിട്ടാണ് സംസം ഉണ്ടായത്. അതിന് യാതൊരു തെളിവുമില്ല. മനസ്സിലായോ? ഇസ്മായിൽ നബി പാല് കഴിച്ചിട്ടാണ് സംസം ഉണ്ടായത്. തെളിവില്ല. സംസം ഉണ്ടായത് ജിബ്രീൽ അലൈഹിസ്സലാം തന്റെ ചിറക് കൊണ്ട് അടിച്ചു. ചിറക് കൊണ്ട് കുഴിയിലാക്കാൻ സംസം. സ്വന്തീമായ ചരിത്രം നമ്മുടെ വിഷയമെല്ലാണ്ട് ഞാൻ അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല. സംസമിന്റെ ചരിത്രം എല്ലാവരും പഠിക്കണം. സംസമിന്റെ മഹത്വം അറിയണം. സംസമിന്റെ പ്രത്യേകതകൾ അറിയണം. സംസമിനെ കുറിച്ചുള്ള ഹദീസുകളെല്ലാം കേൾക്കണം. എല്ലാം കേൾക്കണം. ഞാൻ ഇതിനൊക്കെ ഗൗരവത്തിൽ പറഞ്ഞു. കുറച്ച് കാലം കഴിഞ്ഞാൽ സംസമിന്റെ ഹദീസുകളെ നിഷേധിക്കുന്ന ആൾക്കാരുണ്ട്. ഇന്നലെ ഹദീസുകൾ നിഷേധിക്കുന്ന ആൾക്കാരുണ്ട്. നാളെ നമ്മുടെ കുട്ടികളുടെ അറിയില്ല, പഠിക്കൂല, മനസ്സിലാക്കുക സംസമിന്റെ മഹത്വമുണ്ട്. സംസമിന്റെ തുടക്കം ഹാജറാബിയുടെയും ഇസ്മായിലിയുടെയും ഇബ്രാഹിമിയുടെയും ചരിത്രത്തിന്റെ കൂടെയാണ് സംസമിന്റെ തുടക്കം. മനസ്സിലായി? ആരാ സംസമിന്റെ ആ സ്റ്റാർട്ടിംഗ് പോയിന്റ്? ജിബ്രീലിനെയാണ് വായിക്കുന്നത്, ഒരു മലത്തിനെയാണ് വായിക്കുന്നത്. അങ്ങനെ വെള്ളമുണ്ടായി. സംസം എന്ന പേര് വന്നത് തന്നെയാണ്. സംസം നദി, അതിനെ നിറകൊള്ളുക. ആ വെള്ളത്തിനെ ആ കുട്ടിയുടെ കാലിട്ടടിച്ച സ്ഥലത്താണ് ഉണ്ടായത്. കാലിട്ടടിച്ചത് കൊണ്ടല്ല, അങ്ങനെ വെള്ളം നിറകൊള്ളുക. അപ്പൊ മഹദിയായ ഹാജറാബിക്ക് മണ്ണിട്ടതിനെ റെഡിയാക്കാൻ തടഞ്ഞു വെക്കാൻ നോക്കി. ആ തടഞ്ഞു നിർത്തി ഒഴുകിയപ്പോഴാണ് നദി സംസം എന്ന് പറയുന്നത്. അങ്ങനെയാണ് ആ പേര് വന്നത്. മനസ്സിലായി? വായിക്കുന്നത് ഹാജറാബിയെങ്ങാനും അതിനെ തടയാൻ ശ്രമിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് മക്കയിൽ ഒഴുകുന്ന ഒരു നദിയായി സംസം മാറുമായിരുന്നു. സംസം മാറും. അത്രമാത്രം ജലത്തിന്റെ സ്രോതസ്സാണ്. ഞാൻ ആ സംസമിന്റെ മഹത്വം മനസ്സിലാക്കാൻ രണ്ട് വാചകങ്ങൾ പറയാം. ഈ കിണറ്റിൽ നിന്ന്, സംസമിന്റെ കിണറ്റിൽ നിന്ന് ഒരു സെക്കൻഡിൽ 80 ലിറ്റർ വെള്ളം തീരുന്നു. ഒരു സെക്കൻഡിൽ 80 ലിറ്റർ വെള്ളം. ഒരു സെക്കൻഡ്. മനസ്സിലായി? ഒരു ദിവസം ഞാൻ ഈ കണക്കെടുത്തത് വർഷങ്ങൾക്ക് മുമ്പുള്ള കണക്കാണ്.
ഒരു ദിവസം. അതേപോലെ തന്നെ ഹജ്ജിന്റെ സീസൺ ആകുമ്പോൾ മക്കയിൽ മാത്രം ഒരു ദിവസം 20 ലക്ഷത്തോളം ലിറ്റർ വെള്ളം വേണം. 20 ലക്ഷത്തോളം ലിറ്റർ വെള്ളം എത്ര ഉണ്ടാവുന്നത് കൂട്ടിയിട്ടാണ്. 20 ലക്ഷത്തോളം ലിറ്റർ മക്കയിൽ നിന്ന് മദീനയിലേക്ക് എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട്. 1.5 ലക്ഷം ലിറ്റർ സംസം വിതരണം ചെയ്യുന്നത്. എല്ലാ ദിവസവും 1.5 ലക്ഷം ലിറ്റർ മദീനയിലേക്ക് കൊണ്ടുപോകും. അവിടെയാണ് ഞാൻ പറഞ്ഞത് വർഷങ്ങൾക്ക് മുമ്പുള്ള കാരണം. ഇന്ന് ഇതിന്റെ എത്രയോ മടങ്ങാണ്. എത്രയോ നിങ്ങൾക്ക് തീരില്ല. സംസം പറ്റുന്നില്ല. സംസം പറ്റുന്നില്ല. കാരണം അത് അത്ഭുതമാണ്. സംസമിന്റെ അത്ഭുതമാണ്. അത് അല്ലാഹു നൽകിയതാണ്. അല്ലാഹുവിന്റെ സഹായമാണ്. ജിബ്രീലിന്റെ ചിറകടിച്ചാണ് സംസമിന്റെ തുടക്കമെന്ന് ഹദീസുകൾ കാണുന്നത്. ആ സംസമിന് മഹത്വമുണ്ട്. അതിന് പ്രാധാന്യമുണ്ട്. സംസം കുടിച്ചാൽ അതിന് പ്രത്യേകതയുണ്ട്. ഹദീസുകളിൽ വന്ന വിഷയമാണ്. അതൊന്നും യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ സംസമിനെ കുറിച്ച് നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം. സംസം ഹാജറാബിയുടെയും ഇസ്മായിലിയുടെയും കാലഘട്ടം കഴിഞ്ഞ് മക്കയുടെ ചരിത്രമുണ്ട്. ആ ഗോത്രക്കാരായ ആളുകൾ സംസമിനെ കൂടിക്കളയും. സംസമിനെ കൂടിക്കളയും. ഏത് പേരോ നബിയുടെ വിദ്യാർത്ഥിയായ അബ്ദുൽ മുത്തലിബിന്റെ കാലം വരെ സംസമിനെ ആരും കണ്ടിട്ടില്ല. സംസമിനെ ആരും കണ്ടിട്ടില്ല. സംസം കൂടിപ്പോയ ചരിത്രമുണ്ട്. ഗോത്രക്കാരാണ് കൂടിക്കളയുന്നത്. അങ്ങനെ കൂടിക്കളയുന്ന സംസമിനെ രണ്ടാമത് പുറത്തു കൊണ്ടുവരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിദ്യാർത്ഥിയായ അബ്ദുൽ മുത്തലിബാണ്. അബ്ദുൽ മുത്തലിബ് അദ്ദേഹത്തിന്റെ മകനും കൂടെ സംസം കുടിക്കുന്ന ചരിത്രമൊക്കെ ഹദീസിന്റെ ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ വായിക്കാൻ പറ്റും. നബിയുടെ സീറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രം. ആ സീറ പറയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ചരിത്രം നമ്മൾ വിശദീകരിക്കുക. ഞാൻ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നമ്മുടെ മുതായിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സീറ പറയും. നബിയുടെ ചരിത്രം പറയും. തുടക്കത്തിനെ പറഞ്ഞതുകൊണ്ട് അങ്ങനെ ഈ ചരിത്രം വളരെ വിശാലമായി പറയുന്നത്. സംസം കൂടിയ ചരിത്രം, അത് വീണ്ടും വന്ന ചരിത്രമൊക്കെ സമയങ്ങളിൽ ആൾക്കാർ കൊടുക്കണം. അതൊക്കെ നമ്മൾ പഠിക്കേണ്ട ചരിത്രമാണ്. എന്തായാലും സംസമിന്റെ തുടക്കത്തിൽ വന്നിട്ട് മലക്കിന്റെ സാന്നിധ്യമുണ്ട്. നമ്മുടെ വിഷയമാണ്. ഹാജറാ ബീവി ശബ്ദം കേട്ട് ജിബ്രീലിന്റെ ശബ്ദമാണ്. അവരുടെ ജിബ്രീലാണെന്ന് അറിയില്ല. പക്ഷെ ജിബ്രീലായി എന്ന് ഹദീസിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ എന്ത് വേണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വന്നത് ജിബ്രീലായിരുന്നു. ജിബ്രീലാണ് സംസം. അതിന്റെ തുടക്കം ജിബ്രീലിനാണ് എന്ന് ഹദീസിൽ കാണപ്പെടുന്നു. അതേപോലെ തന്നെ മലക്കിന്റെ മറ്റൊരു ദൗത്യമാണ് സത്യനിഷേധികളുടെ ശിക്ഷയിറക്കുന്ന മലക്കുകൾ. ശിക്ഷയിറക്കുന്ന മലക്കുകൾ. ആ ശിക്ഷയിറക്കാൻ സ്വരവേദിക്കാരായ അവരാണ് ചെയ്തത്. ആ സമൂഹത്തെ നശിപ്പിക്കുന്നത്. അങ്ങനെ പല സമൂഹത്തെയും ഖുർആനിൽ പല ആളുകളെയും നശിപ്പിച്ച ചരിത്രമുണ്ട്. ആരെ നശിപ്പിച്ചത്? മലക്കുകൾ വന്നിട്ടാണ്. അപ്പൊ അല്ലാഹു അതിനു വേണ്ടി നിയോഗിക്കുന്ന മലക്കുകളുടെ ചരിത്രത്തിൽ കാണുന്നത്. അതേപോലെ തന്നെ മലക്കിലും ജിന്നിലുംപ്പെട്ട കരീം മനുഷ്യന്റെ കൂടെ ഉണ്ട്. മലക്കിലും ജിന്നിലുംപ്പെട്ട കരീം ഏതൊരാളെയും കൂടെ മലക്കിൽ നിന്നും ജിന്നിൽ നിന്നുമുള്ള ഓരോ കരീമിനെ അല്ലാഹു നിശ്ചയിച്ചത്. മലക്ക് നല്ലത് സൂചിപ്പിക്കും. ശൈത്താനെ മോശമായി പ്രവർത്തിക്കാൻ അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരീമിനെ നബിക്ക് കീഴ്പ്പെടുത്തി കൊടുത്തു. നബിയോട് നല്ലതല്ലാത്ത ഒന്നും തീര ആ ജിന്ന് കൽപ്പിക്കില്ല. നല്ലത് മാത്രമേ കൽപ്പിക്കുള്ളൂ. നമുക്ക് ആ സംരക്ഷണമില്ല. ഇതൊക്കെ എന്തിനാണ് നബി പഠിപ്പിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ട്. നമ്മുടെ മനസ്സ് ആ രീതിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അതേപോലെ തന്നെ ജിബ്രീൽ അല്ലാത്ത സന്ദേശവുമായി മലക്കുകൾ. ജിബ്രീൽ അല്ലാതെ തന്നെ സന്ദേശവുമായി മലക്കുകൾ. മറിയമിന്റെ സമീപത്തേക്ക് വരുന്നത് ജിബ്രീൽ അലൈഹിസ്സലാം വഹിയായിട്ട് മാത്രമല്ല, സന്ദേശവാഹകനായിട്ട് മാത്രമല്ല. ജിബ്രീൽ അലൈഹിസ്സലാം മറിയമിന്റെ സമീപത്തേക്ക് വന്ന ചരിത്രം നമുക്കറിയാം. എന്തായിരുന്നു നൽകിയത്? വഹിയാണ്. വഹിയല്ല വേദനല്ല, മരിച്ചൊരു കുട്ടി ഉണ്ടാകുമെന്ന സന്തോഷ വാർത്ത അറിയിച്ചു. മനസ്സിലായില്ലേ? അതേപോലെ ജിബ്രീലിനെ ഇരിക്കുന്ന സമയത്ത് അവര് പ്രത്യേക ശബ്ദം കേട്ടു. നബി ജിബ്രീൽ മുകളിൽ പ്രത്യേക ശബ്ദം കേട്ടു. അപ്പൊ നബി മുകളിലേക്ക് നോക്കി. അപ്പൊ നബി പറയുന്നതാണ് അവിടെ ആകാശത്ത് ഒരു വാതിൽ തുറന്നു. ആ വാതിലിലൂടെ ഒരു മലക്ക് പുറത്തേക്ക് വരും. ഒരു മലക്ക് പുറത്തേക്ക് വന്നു. അതിന് മുമ്പ് ആ വാതിൽ തുറന്നിട്ടില്ല. ആ വന്ന മലക്ക് ഇതുവരെ ഭൂമിയിലേക്ക് വന്നിട്ടില്ല. അങ്ങനെ മലക്ക് ചെയ്തു. ആ മലക്ക് നബിയുടെയും ജിബ്രീലിന്റെയും സമീപത്തേക്ക് വന്നു. എന്നിട്ട് നബിയോട് പറഞ്ഞു, ആ വിശ്വസിക്കു വഴി രണ്ട് പ്രകാശത്തോട് സന്തോഷിക്കുക. രണ്ട് പ്രകാശം കൊണ്ട് സന്തോഷിക്കുക. ഈ രണ്ട് പ്രകാശങ്ങൾ താങ്കൾ
ഒരു നബിയും നൽകിയിട്ടില്ല. അതുകൊണ്ട് ഈ രണ്ട് പ്രകാശങ്ങൾ കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക എന്ന് പറഞ്ഞു. ആ രണ്ട് സന്തോഷം സൂറത്തുൽ ഫാത്തിഹ ഓതി കൊടുത്തു. അതേപോലെ തന്നെ സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ തുടങ്ങുന്ന ആ ആയത്തോട് കൂടി കൊടുത്തു. ആ സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി പ്രത്യേകമായ ഒരു മലക്കിറങ്ങി വന്നത് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ് നമുക്ക് പറ്റും, നമുക്ക് കാണാൻ പറ്റും. ഹുദൈഫ പറയും, ഞാൻ നബിയുടെ കൂടെ ഒരു രാത്രി ഇങ്ങനെ കഴിച്ചു കൂട്ടി. അപ്പോ നബിയുടെ കൂടെ ഇങ്ങനെ കഴിച്ചു കൂട്ടുന്ന സമയത്ത് നബിയുടെ കൂടെ ഞാൻ ഒരാളെ കണ്ടു. അപ്പൊ നബിയോട് ചോദിച്ചു, യാ ഹുദൈഫ ഹൽ റഅയ്ത, നീ കണ്ടോ, നീ എന്റെ കൂടെ ഒരാളെ കണ്ടോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ യാ റസൂലല്ലാഹ്, ഞാൻ കണ്ടിട്ടുണ്ട് നബിയെ. അപ്പൊ നബി പറഞ്ഞു, ഹാദാ മലക്കുൻ, അതൊരു മലക്കായിരുന്നു. നീ എന്റെ കൂടെ കണ്ടയാള് അതൊരു മലക്കായിരുന്നു. ലം യഹ്ബിത ഇലയ്യ മുൻദു വഹൈതു അതാനി അല്ലൈലത ഫബശ്ശിർനി അന്ന ഹസന വൽ ഹുസൈൻ സയ്യിദ ശബാബ അഹ്ലിൽ ജന്ന. അമലക്ക് വന്നത് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ, അവർ രണ്ടുപേരും സ്വർഗ്ഗത്തിലെ യുവാക്കളുടെ നേതാക്കന്മാരാണ് എന്ന സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി വന്നവരാണ്. അതുകൊണ്ടാണ് മലക്ക് വന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നത് ഇമാം തൊബ്രാനി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. ഞാൻ പറഞ്ഞത് മലക്കുകളുടെ പേരില്ലാതെ തന്നെ ചില മലക്കുകൾ ഇതിന്റെ സമീപത്തേക്ക് വന്നു. അവർ പഠിപ്പിച്ച കാര്യങ്ങൾ പറഞ്ഞു. നമുക്ക് എല്ലാവരും ചരിത്രം, 3 മനുഷ്യന്മാരെ പരീക്ഷിച്ച് ബനിസ്രായേലിൽപ്പെട്ട 3 ആളുകളെ പരീക്ഷിച്ചു. ഒരു കഷണ്ടിയായ മനുഷ്യൻ അല്ലേ, അവർക്ക് ആടിനെ നൽകി, ഒട്ടകത്തെ നൽകി, പശുവിനെ നൽകി പരീക്ഷിച്ച മനുഷ്യന്മാരെ കുറിച്ച് പറ്റും നമുക്ക് കാണാം. മന്ദൻ, കഷണ്ടിക്കാരൻ, വെള്ളപ്പാടി രോഗി, അറിയുന്ന ചരിത്രമാണ്. എന്നിട്ട് അവരുടെ സമീപത്തേക്ക് മലക്കുകളാണ് പരീക്ഷ നടത്തിയത്. അത് സ്വമീഹായ ഹദീസിലുള്ളതാണ്. നമ്മൾ പറഞ്ഞ ആദനബിയുടെ മയ്യത്ത് കുറിച്ചതായ മലക്കൾ, ഹമ്മലാവുന്നതിന്റെ മയ്യത്ത് കുറിച്ചതായ മലക്കുകളാണ്. ഹമ്മലാവുന്നതിന്റെ കുടുംബക്കാരെ ഹൗസ് ഗോത്രം അവര് നേരി പറയും, പൊങ്ങച്ചപ്പറയുന്നത് അങ്ങനെ പറയുന്നതാണ്. ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടയാളെ മയ്യത്ത് ആര് കുളിപ്പിച്ചു, മലക്കൾ കുളിപ്പിച്ചിട്ട് എന്ന് ഹമ്മലാവുന്നതിന്റെ ഗോത്രക്കാര് പറയുന്നതാണ്. അതേപോലെ മക്കയെയും മദീനയെയും സംരക്ഷിക്കുന്ന ദജ്ജാലിൽ നിന്ന് കാത്തുരക്ഷിക്കുന്ന മലക്കൾ, മദീനയിലേക്ക് മലക്കൾ കയറാൻ പറ്റില്ല, മദീനയിലേക്ക് ദജ്ജാൽ കയറാൻ പറ്റില്ല. ദജ്ജാൽ എന്ന് പറയുന്നത് ദജ്ജാലിന്റെ ആക്രമണം ഉണ്ടായാൽ എന്റെ നാട്ടിൽ ദജ്ജാലിനെ പ്രവേശിക്കും, എല്ലാത്തിനും പറ്റില്ല. മക്കയും മദീനയും അവർ പ്രവേശിക്കാൻ സാധിക്കില്ല. ഈ 2 പട്ടണങ്ങളും മലക്കളുടെ പൂർണ്ണ സംരക്ഷണത്തിലാണ് എന്ന് എന്ത് ചരിത്രത്തിലെ പ്രമാണങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ദജ്ജാൽ പറയും, എനിക്ക് പുറപ്പെടാൻ അനുവദിക്കാൻ സമയം അടുത്തിരിക്കുന്നു, ഞാൻ വന്നാൽ ഭൂമിയുടെ സഞ്ചരിക്കും, 40 രാവുകളും സർവ്വരാവുകളും ഞാൻ ഇറങ്ങും. മക്കയും മദീനയും വിളിച്ച് അവരങ്ങനെ പ്രവേശിക്കാൻ സാധിക്കില്ല. അവരേതെങ്കിലും ഒന്നിൽ പ്രവേശിക്കാൻ ശ്രമിച്ചാൽ ഊരിപ്പിടിച്ച മണവുമായി ഒരു മലക്ക് എന്നെ പ്രതിരോധിക്കാനായിട്ട് വന്നത്. അപ്പൊ ഞാൻ പിന്തിരിക്കും. അപ്പൊ ദജ്ജാലിനെ മദീനയിലേക്ക് പ്രവേശിപ്പിക്കാതെ, മക്കയിലേക്ക് പ്രവേശിപ്പിക്കാതെ കാത്തു നിൽക്കുന്ന മലക്ക്, വഴിയിൽ കാത്തു നിൽക്കുന്ന മലക്കുണ്ട്. പേരറിയില്ല, പക്ഷെ അങ്ങനെ ഒരു മലക്കുണ്ടെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈസാ നബി അലൈഹിസ്സലാം കൂടി അറിഞ്ഞു നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. എങ്ങനെ വരിക? ഈസാ നബി വരിക, ഈസാ നബി ദമസ്കസിലെ പിന്നെ ജാമിഉൽ അമവി എന്ന് പറയുന്ന പള്ളിയല്ല, ജാമിഉൽ അമവി എന്ന് പറയുന്ന പള്ളി അത്ഭുതം. ഈസാ നബിയുടെ ഭാഷ, ഈസാ നബിയുടെ ഭാഷ അറബി ഭാഷ, ഹീബ്രു ഭാഷ. ഇന്ന് ലോകത്ത് ഈ ഭാഷ സംസാരിക്കുന്ന വളരെ കുറച്ച് ആൾക്കാരുണ്ട്, വളരെ കുറച്ച് ആൾക്കാർ. ആ കുറച്ച് ആൾക്കാരുടെ നമ്മുടെ ഈ പറയുന്ന പള്ളിയുടെ സമൂഹമാണ്. നമ്മുടെ ഈ പറയുന്ന വർഷങ്ങൾക്ക് മുമ്പ് മലയാളം പത്രത്തിന്റെ കൂടെ ഞായറാഴ്ച സമ്മേളനത്തിൽ വന്നിട്ട് ഹീബ്രു ഭാഷ സംസാരിക്കുന്ന ആളുകളെ കുറിച്ച് ഒരു സമ്മേളനം വന്നിട്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. അത് നമുക്ക് ഇതിന്റെ ഗൗരവമില്ല. അപ്പോ ഈസാ നബി വരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തെ അറിയാവുന്ന ഭാഷ ഹീബ്രു ഭാഷയാണ്. മനസ്സിലായില്ലേ? ആ പള്ളിയുടെ സമീപത്തിൽ ഇന്നും അവർ ആ പള്ളിയിലെ വിനാരത്തിലാണ്, ആ പള്ളിയുടെ വിനാരത്തിലെത്തിയ ഈസാ നബി മലക്കുകളാണ് ഈസാ നബിയെ വഹിച്ചു കൊടുത്തത്. 2 മലക്കുകൾ ഈസാ നബിയെ വഹിച്ചു കൊടുത്തു. 2 പച്ച പുതപ്പ് കഴിഞ്ഞ 2 മലക്കുകളുടെ ചിറകിൽ കൈവച്ചുകൊണ്ടായിരുന്നു ഈസാ നബി വരികയെന്ന് ഇമാം മുസ്ലിം കെട്ടുകഥയല്ല, മായാവി കഥയല്ല,
മുസ്ലിമിന്റെ ഹദീസാണ്. മനസ്സിലായി? അപ്പൊ ഈസാ നബി ഇറങ്ങി വരുന്ന വിശ്വാസം, ഈസാ നബി മരിച്ചിട്ടില്ല, ഈസാ നബി കൊന്നിട്ടില്ല, അള്ളാഹു ഉയർത്തിയേക്കാണ് മലകളിലേക്ക്. ആ ഈസാ നബിയിലേക്ക് ഇറങ്ങി വരും. ഇറങ്ങി വരിക, ഇറങ്ങി വരുന്ന മലക്കുകളുടെ കൂടിയാണ്. 2 മലക്കുകളെ ചിറകിൽ പിടിച്ച് മഹാനായ ഈസാ നബി ഭൂമിയിലേക്ക് കൊണ്ടുവരും. ആ പള്ളിയിലെ ദമസ്കസിലെ ജാമിയ പറയുന്ന പള്ളിയിലെ മിനാരത്തിലാണ് അവിടെ നിന്ന് പള്ളിയിലേക്ക് വരും. അവിടെ ആൾക്കാരുടെ നമസ്കാരത്തിന്റെ സമയത്തായിരിക്കും വരിക. ആ നമസ്കാരത്തിന്റെ സമയത്ത് ഇമാമിയും നേരത്തേക്ക് മാറും. അപ്പൊ ഇമാമിനോട് പറയും, അദ്ദേഹം പറയും, നിങ്ങളുടെ ഒരു വലിയ ചരിത്രമാണ്. അതൊക്കെ നമ്മൾ പഠിക്കേണ്ട, മനസ്സിലാക്കേണ്ട. പ്രത്യേകിച്ച് അന്ത്യനാളിന്റെ വലിയ അടയാളം, അന്ത്യനാളിന്റെ വലിയ അടയാളങ്ങൾ. ആ അടയാളങ്ങളിൽപ്പെട്ടതാണ് അവിടെ അതൊക്കെ നമ്മൾ പഠിച്ചു പോകണം. വായിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ പിന്നെ അടയാളം വിശദീകരിക്കുന്ന പുസ്തകം അത് വായിച്ചാൽ പറ്റും. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ അവസാനിപ്പിക്കാം. ഒറ്റ പോയിന്റ് പറഞ്ഞു സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് നമ്മളെ കുറിച്ച് പറഞ്ഞു. മലക്കുകളോട് നമ്മളെ കുറിച്ച് പറഞ്ഞു. എത്ര വലിയ സ്ഥാനമാണ്. സ്വഹീഹായ ഹദീസിൽ കാണാം, ജമാഅത്ത് നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വന്ന ആൾക്കാർ, ജമാഅത്ത് നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വന്ന ആൾക്കാർ, അവരെ കുറിച്ച് അല്ലാഹു മലക്കുകളോട് പറയുന്നു. പറഞ്ഞു, ഞങ്ങള് അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ പള്ളി നമസ്കരിച്ചു. ചിലർ പള്ളിയിൽ നിന്ന് തിരിഞ്ഞു പോയി, മറ്റൊരു അടുത്ത നിസ്കാരത്തിന് പള്ളിയിൽ തന്നെ കാത്തിരുന്നു. അപ്പൊ നബി എന്ത് ചെയ്തു? കിതച്ചുകൊണ്ട് കാലത്തിന് ഒഴിവാകുമാറും വസ്ത്രങ്ങൾ കുറച്ച് പുറത്ത് കണ്ടിലേക്ക് ഞങ്ങളുടെ സമീപത്തിൽ നദിയിൽ തിരിച്ചു വന്നു. നബി പറഞ്ഞു, സന്തോഷിക്കുക, ഒരു പള്ളി തന്നെ ഇരിക്കണം. നബി അവർ വെറുതെ സന്തോഷിക്കുക. എന്തെന്നാൽ റബ്ബ് സ്വർഗത്തിലെ കവാടം തുറക്കുകയും മലക്കുകളുടെ മുന്നിൽ വെച്ച് നിങ്ങളെക്കുറിച്ച് അഭിമാനത്തോടെ ഇപ്രകാരം പറയുകയും ചെയ്തിട്ടുണ്ട്. എന്താ പറഞ്ഞത്? എന്റെ ദാസന്മാരെ നോക്കൂ, അവർ ഒരു നിർബന്ധ നമസ്കാരം നിറവേറ്റി കഴിഞ്ഞു, മറ്റൊന്നിനു വേണ്ടി കാത്തിരിക്കണം. അന്ന് പറയുന്നു, ഒരു നിസ്കാരം കഴിഞ്ഞ് മറ്റൊരു നിസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരെ കുറിച്ച് അല്ലാഹുവിനെയും മലക്കുകളുടെ അഭിമാനം പറയും. അപ്പൊ ഇങ്ങനെ അല്ലാഹു നമ്മളെ കുറിച്ച് പറയുന്ന അവസ്ഥയിലെ അല്ലാഹുവിന്റെ സൃഷ്ടികളായ മലക്കുകളോട് നമ്മളെ കുറിച്ച് പറയുന്ന അവസ്ഥകൾ ഉണ്ടാകണം. അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകണം. ഈ ക്ലാസുകൾ കൊണ്ട് അതൊന്നും ഉണ്ടാകണം. അതേപോലെ രാത്രി നിശ്ചയിക്കുന്ന ആൾക്കാർ, രാത്രി നമസ്കാരം നിർവഹിക്കുന്ന ആൾക്കാർ, ഭാര്യ ഭർത്താവിനെ നിശ്ചയിക്കുക. അങ്ങനെ സമയത്ത് മലക്കുകളോട് പറയും, എന്റെ അടിമകൾ ഒരാള് ഭാര്യയുടെ ഭർത്താവ് അവരെ ഒഴിവാക്കിയിട്ട് അവരെ മാറ്റി നിസ്കരിക്കണം. ആ നിസ്കരിക്കുന്ന എന്റെ അടിമയെ നോക്കൂ, അത് രാത്രി നിസ്കാരം ഏർപ്പെട്ടിരിക്കുന്ന അടിമയെ നോക്കിയ മലക്കുകളോട് അവർ പറയുന്നു. അതേപോലെ വിജ്ഞാനത്തിന്റെ സദസ്സുകളിൽ ഒരുമിച്ചിരിക്കുന്നയാൾ അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ ജിബ്രീലിനോട് പറയും, ജിബ്രീലേ എനിക്ക് അയാൾ ഇഷ്ടമാണ്, എനിക്ക് അയാൾ ഇഷ്ടമാണ്. അള്ളാഹു ജിബ്രീലിനോട് പറയും. അപ്പൊ ജിബ്രീലിനോട് പറയും, നിങ്ങൾക്ക് അയാൾ ഇഷ്ടപ്പെടണം. അപ്പൊ ജിബ്രീൽ അയാൾ ഇഷ്ടപ്പെടും. എന്നിട്ട് ആകാശത്തുള്ള മലക്കുകളെ ജിബ്രീൽ വിളിക്കും. എന്നിട്ട് ജിബ്രീൽ മലക്കുകളോട് പറയും, അള്ളാഹുവിന്റെ ആൾ ഇഷ്ടമാണ്, അള്ളാഹുവിന്റെ ആൾ ഇഷ്ടമാണ്, അതുകൊണ്ട് നിങ്ങളും അയാൾ ഇഷ്ടപ്പെടണം. അങ്ങനെ ആകാശലോകത്തുള്ള മലക്കുകളെല്ലാം അയാൾ ഇഷ്ടപ്പെടും. പിന്നീട് ഭൂമിലോകത്തും ആ ഇഷ്ടപ്പെട്ട മനുഷ്യന്റെയും ഭൂമിലോകത്തും സ്വീകാര്യതയാണ് നമുക്ക് ഹദീസുള്ളത്. അപ്പൊ നമുക്ക് അല്ലാഹു നമ്മളെ ഇഷ്ടപ്പെടണം. അതൊക്കെ വേണം. അല്ലാഹ് ഇഷ്ടപ്പെടുന്ന അമലുകൾ ചെയ്ത് നമ്മുടെ ജീവിതത്തെ നമ്മൾ ധന്യമാക്കിയാൽ റബ്ബിന്റെ ഇഷ്ടം കിട്ടും. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിശിഷ്ട സൃഷ്ടികളായ മലക്കുകളെ ഇഷ്ടമുള്ള പ്രാർത്ഥന നമുക്ക് കിട്ടും. അതൊക്കെ ലഭിക്കാൻ വേണ്ടിയാ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക, അതിനുവേണ്ടി നമ്മൾ അധ്വാനിക്കുക. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അവസാനിപ്പിക്കാം. ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരു ക്ലാസ് എടുത്തിട്ട് ഇത് അവസാനിപ്പിക്കാം. ഈ വിഷയം നമുക്ക് അവസാനിപ്പിക്കാം. വിശാലമായ മേഖലയാണ് നമ്മുടെ റമദാൻ വരാൻ. ഫെബ്രുവരി മാസം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റമദാനിലേക്ക് പ്രവേശിക്കും. അതുകൊണ്ട് തന്നെ അടുത്ത ക്ലാസ്സിൽ മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്ന ചില കാര്യങ്ങൾ, മലക്കുകളുടെ ശാപം കിട്ടുന്ന കാര്യങ്ങൾ, മലക്കുകളുടെ പ്രാർത്ഥന കിട്ടുന്നതും ശാപം കിട്ടുന്നതുമായ കാര്യങ്ങൾ, അത്തരം കാര്യങ്ങൾ കൂടെ സംസാരിച്ചു ഈ പഠന ക്ലാസ് നമുക്ക് അവസാനം പോയി ആത്മാർത്ഥമായി പഠിക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അവർ പറയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു വഹിച്ചതും വലുതുമായ എല്ലാ തെറ്റുകളും നമുക്ക് മാപ്പാക്കി തരുമാറാകട്ടെ.
ഇനിയും ദീർഘകാലം നമുക്ക് ഇൽമ പറഞ്ഞു തരാം, ദീന് പറഞ്ഞു തരാം. അദ്ദേഹത്തിന് ആയുസ്സും ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വീടുകളിലും നമുക്ക് വേണ്ടപ്പെട്ട രോഗികളുണ്ടാവും, അവർക്കെല്ലാവരും ശിക്ഷ നൽകുമാറാകട്ടെ. മരണപ്പെട്ടവരുണ്ടാകുമ്പോൾ അഭിറം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികൾക്കുണ്ടാവുന്ന മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട്, അള്ളാഹു നല്ല ജോലി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات اللهم اجعلنا